الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد اتقوا الله عباد الله. ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, പണ്ഡിതന്മാരെ, നേതൃത്വന്മാരെ, പരിശുദ്ധ റമളാനിനെ സ്വീകരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഒരു മുന്നൊരുക്കം എന്ന രൂപത്തിൽ നടത്തപ്പെടുന്ന ഒരു പ്രോഗ്രാമാണ്. ആളുകൾ ഇൻഷാ അല്ലാഹ് ഈ എത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. ഞാനിവിടെ സ്ഥിരമായിട്ട് വരുന്ന ഒരാളാണ്. പക്ഷെ ഇതൊരു ഷെഡായിരുന്നു നമുക്ക് ആദ്യം ഉണ്ടായിരുന്നത്. ഷെഡ് മാറി നല്ലൊരു ബിൽഡിംഗ് കെട്ടി അല്ലാഹു തആല ഇൽമു പഠിക്കാനുള്ള തോന്നുന്നത് വിജ്ഞാന വേദിയിൽ സ്ഥിരം ബോർഡ് തന്നെ പണ്ടുന്ന ഒരു ഖൈർ നിഅമത്ത് നമുക്ക് അല്ലാഹു തന്നിട്ടുണ്ട്. നമ്മുടെ മനസ്സിന്റെ താല്പര്യാർത്ഥം അല്ലാഹു നമുക്ക് നൽകിയതാണ്. അതൊന്നും മനസ്സിലാക്കുക. അതിന്റെ നന്ദി എന്ന് പറഞ്ഞാൽ വിജ്ഞാന സമ്പാദനത്തിന് വേണ്ടി നമ്മൾ ഇതൊക്കെ ഉപയോഗപ്പെടുത്തുക എന്നതാണ്. കസേരയുടെ എണ്ണം കണ്ടാൽ തീർച്ചയായും അങ്ങനെ ഉപകാരപ്പെടുത്താറുണ്ട് എന്ന് എനിക്ക് ബോധ്യമാണ്. അല്ലാഹു നമുക്കതിൽ ബർക്കത്ത് നൽകുമാറാവട്ടെ. മനുഷ്യനെ നന്നാക്കാൻ, ക്ലിയറാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരുപാട് അവസരങ്ങൾ അല്ലാഹു നൽകുന്നുണ്ട്. അല്ലാഹുവിന്റെ കാരുണ്യമാണ് എപ്പോഴും മികച്ചു നിൽക്കുന്നത്. നമ്മളൊക്കെ ചില വഴക്കൊക്കെ കേൾക്കുമ്പോ പടച്ചവനെ കുറിച്ച് വല്ലാതെ ശിക്ഷിക്കുന്ന ഒരാള്, നരകത്തിൽ നിന്ന് മനുഷ്യനോട് പറഞ്ഞേക്കുന്ന ഒരാൾ നിൽക്കാണ് പടച്ചവനെ കുറിച്ച് നമ്മൾ വഴക്കൊക്കെ കേൾക്കാറുള്ളത്. അല്ലാഹു നൽകുന്ന ശിക്ഷയേക്കാൾ കൂടുതൽ അല്ലാഹു കാരുണ്യവാനാണെന്നാണ് നമ്മൾ ഒന്നാമതായി, ചില പോയിന്റ് മാത്രമേ പറയുള്ളൂ, ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അങ്ങേയറ്റത്തെ കാരുണ്യമാണ്. വല്ലാതെ പൊറുക്കും അല്ലാഹു. അല്ലാഹു ശിക്ഷിക്കും. ഖുർആനിൽ പറഞ്ഞു, നബി ഇബാദി അന്നി അനിൽ ഗഫൂറുർ റഹീം, ഞാൻ അങ്ങേയറ്റം പൊറുക്കുന്നവനാണ്, ഞാൻ അങ്ങേയറ്റം പൊറുക്കും, ഞാൻ അങ്ങേയറ്റം ശിക്ഷിക്കും എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടില്ല. വന്ന അദാബി ഹുവൽ അദാബുൽ അലീം എന്ന് പറഞ്ഞത് എന്റെ ശിക്ഷ വേദനാജനകമാണ് കേട്ടോ എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ നിങ്ങളെ അങ്ങേയറ്റം പിടിച്ച് ശിക്ഷിക്കും എന്ന് പറഞ്ഞു. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചില സാഹചര്യത്തിൽ മാത്രം. കാരണം നമ്മെ ശിക്ഷിച്ചത് കൊണ്ട് പ്രത്യേക നേട്ടമൊന്നും ഉണ്ടാക്കില്ല. അത് ഖുർആനിൽ പറയുന്നു, മാ യഫഅലുല്ലാഹു ബിഅദാബിക്കും, നിങ്ങളെ ശിക്ഷിച്ചിട്ട് അല്ലാഹുവിന് എന്ത് കിട്ടാനാണ്? മാ യഫഅലുല്ലാഹു ബിഅദാബിക്കും ഇൻ ശകർതും വആമൻതും വകാന അല്ലാഹു ശാകിറൻ അലീമ. നിങ്ങൾ നന്ദിയോടുകൂടെ ജീവിക്കാൻ, നിങ്ങൾ മുഅ്മിനീങ്ങളായി ജീവിക്കുകയാണ് എങ്കിൽ
നിങ്ങളെ ശിക്ഷിച്ചിട്ട് അള്ളാഹ്ക്ക് കിട്ടാനാണ്. അതെല്ലാം അങ്ങനെ തന്നെയാണ്. ഒരു പ്രൊഡക്റ്റ് മോശമാകണം എന്ന് ഒരിക്കലും ആ പ്രൊഡക്റ്റിന്റെ നിർമ്മാതാക്കൾ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ടാണ് അവർ സർവീസും വാറണ്ടിയും ഒക്കെ നിശ്ചയിക്കുന്നത്. ഒരു വാഹനം വാങ്ങിയാൽ, ബൈക്ക് വാങ്ങിയാൽ ഒരു 2 കൊല്ലെങ്കിലും അത് ശരിക്കും ഓടണം എന്നത് അവരെ നിർബന്ധമാണ്. 2 കൊല്ലത്തെ സർവീസ് നമ്മൾ തരും. എന്ത് കേട് വെച്ചാലും കമ്പനി വകാതെ നന്നാക്കി തരും. ഇപ്പൊ കൊണ്ടുപോയി കേട് വെച്ചാലോ അവര് പറയുന്ന നിയമത്തിന് വിരുദ്ധമായിട്ടാണ് ഇവൻ വാഹനം ഓടിച്ചതെങ്കിൽ മാറ്റി തരിക. മൊബൈൽ വാങ്ങിയിട്ട് വെള്ളത്തിൽ മുക്കിയിട്ട് കേട് എത്തിക്കൊണ്ടായാൽ വാറണ്ടി കിട്ടില്ല. ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാതും അങ്ങനെയാണ്. ആലോചിച്ചു, മനുഷ്യനും അല്ലാഹു തആല അങ്ങനെ ഒരുപാട് അവസരങ്ങൾ നൽകുന്നു. വെള്ളിയാഴ്ച ദിവസം, ദിവസങ്ങളിൽ വെള്ളിയാഴ്ച ദിവസം നമുക്ക് അല്ലാഹു നൽകുന്നുണ്ട്. മാസങ്ങളിൽ റമദാൻ മാസം, അറഫ ദിവസം, ഹജ്ജിന്റെ ദിവസങ്ങൾ, ലൈലത്തുൽ ഖദർ, വെള്ളിയാഴ്ച ദിവസം തന്നെ ഒരു പ്രത്യേക സമയം. ഇങ്ങനെ ഒരുപാട് അവസരങ്ങൾ അല്ലാഹു നമുക്ക് നൽകുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? നമ്മളൊക്കെ ഒന്ന് റിഫ്രഷ് ആവാൻ. മൊബൈൽ കുറേ ഉപയോഗിച്ചാൽ കുട്ടികൾക്കൊക്കെ അറിയാം, അതൊന്ന് റീസ്റ്റാർട്ട് ചെയ്യണം, അല്ലേ? റീസ്റ്റാർട്ട് ചെയ്യണം. ചെറിയൊരു പരിപാടിയാണ്. ഒരു വിരലൊക്കെ അതുകൊണ്ട് മാറും. റീസ്റ്റോർ ചെയ്താലോ, ഒന്ന് റീസെറ്റ് ചെയ്യാൻ, എല്ലാ സെറ്റിംഗ്സും റീസെറ്റ് ചെയ്താൽ കുറച്ചും കൂടി ആ മൊബൈൽ നന്നാവും. എന്നിട്ടും ശരിയാണെങ്കിൽ ഫാക്ടറി ഡാറ്റ റീസ്റ്റോർ പരിപാടിയുണ്ട്. നിങ്ങള് മൊബൈൽ എന്നാക്കാൻ കൊണ്ടുപോയി പറയും ഒക്കെ ഡാറ്റയൊക്കെ പോകും, വലിയൊരു ഫോട്ടോ ഫയൽ ഒന്നും കിട്ടൂല. ആയിക്കോട്ടെ, മൊബൈൽ പുതിയത് വാങ്ങിപ്പോലെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് പോലെ അതൊന്നും നെക്കി ശരിയാക്കിയിട്ട് നമുക്ക് തരും. യഥാർത്ഥത്തിൽ സെൽഫികളായ ആളുകളുടെ കാഴ്ചപ്പാട് നമ്മളെ ഒന്ന് ഫാക്ടറി റീസ്റ്റോർട്ട് ചെയ്യാൻ അല്ലാഹു നൽകുന്ന ഏറ്റവും നല്ല അവസരമാണ് റമദാൻ മാസം. നമ്മൾ വിചാരിച്ചാൽ നമുക്ക് പുതിയ ആളുകളായി മാറാൻ കഴിയും. സാധാരണ ചടങ്ങുകളിൽ നിന്ന് മാറിയിട്ട് നമ്മളൊക്കെ മരിച്ചു പോകേണ്ടവരാണെന്ന് വിചാരിച്ചിട്ട്, നമ്മളൊക്കെ മരിക്കുമ്പോൾ മുഅ്മിനീങ്ങളായി മരിക്കണം എന്ന് അല്ലാഹു പോലും ഉദ്ദേശിക്കുന്നുണ്ട്. അതിനുള്ള അവസരമാണെന്ന് വിചാരിച്ച് നമ്മളെ തന്നെ ഒന്ന് നന്നാക്കുമ്പോൾ തീർച്ചയായും അതിന്റെ ഫലം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അതാണ് റമദാൻ. ഏറ്റവും കൂടുതൽ സഹാബികളൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു മാസമായിരുന്നു റമദാൻ. കാരണം നമ്മളൊക്കെ പ്രാധാന്യം കൊടുക്കേണ്ട ഹജ്ജിനാണ്. എല്ലാവരും പൊരുത്തപ്പെടിപ്പിക്കാൻ, എല്ലാവർക്കും പ്രാധാന്യം കൊടുക്കേണ്ട ഹജ്ജിനാണ്. എന്നാൽ സഹാബത്ത് റമദാൻ മാസത്തിനായിരുന്നു പ്രാധാന്യം കൊടുക്കുന്നത്. റമദാന്റെ മുമ്പ് എല്ലാവരും പൊരുത്തപ്പെടിപ്പിക്കും. അങ്ങനെ റമദാനിന്റെ റഹ്മത്ത് അവർ നേടിയെടുക്കും. മഗ്ഫിറത്ത്, പാപമോചനം അവർ നേടിയെടുക്കും. നരകമോചനം അവർ നേടിയെടുക്കും. എല്ലാ നോമ്പ് കാരണം അല്ലാഹു തആല പറയാണ്, റമദാൻ മാസത്തിൽ ഒരുപാട് നരകത്തിൽ നിന്ന് മോചിതരാകുന്ന ധാരാളക്കണക്കിന് ആളുകളുണ്ട്. ഓരോ ദിവസവും റമദാനിലെ ഓരോ രാത്രിയും ഉണ്ടെന്ന്. അങ്ങനെ നമ്മുടെ പ്രാർത്ഥന കൊണ്ട് അവർ നിശ്ചയിച്ച ഖദാ പോലും മാറ്റിയിട്ട് നമ്മെ നന്നാക്കിയിട്ട് എല്ലാവരും സ്വർഗത്തിലേക്ക് എത്താനുള്ള ഒരു സംവിധാനം. ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ പ്രൊഡക്റ്റ്
അതിന്റെ പ്രൊഡക്റ്റർ കമ്പനി നമുക്ക് നൽകുന്നത് പോലെ അള്ളാഹ് നമുക്ക് നൽകുന്ന ഒരു നല്ല കാര്യമാണ്. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം നമ്മുടെ ആയുസ്സാണ്. ഇപ്പൊ ഞാൻ വന്നപ്പോ ഇബ്രാഹിം പറഞ്ഞത് ഒരു മരിച്ചോടത്തേക്ക് പോയിട്ടാണ് വന്നത്. ആലോചിച്ച് നോക്കണം, ആ കുട്ടി ഇപ്പോ ഈ പ്രാവശ്യത്തെ റമദാനിൽ നമ്മളെ കൂടെ ചെറിയ കുട്ടിയാണ്. അള്ളാഹു അവരിലേക്ക് കൊടുത്തു കൊടുക്കും. 30 വയസ്സായ കുട്ടി അസുഖം വന്നു മരിച്ചു. അസുഖം ഒന്നും വരാതെ മരിച്ച ഇഷ്ടംപോലെ ആളുകളുണ്ട്. അവരൊക്കെ നമ്മെ പോലെ തന്നെ പല പ്ലാനുകളും അടുത്ത റമദാനിലേക്ക് ചെയ്തു വെച്ചവരായിരിക്കാം. നമ്മളും അങ്ങനെ തന്നെയാണ്. അടുത്ത റമദാൻ വരുമ്പോഴേക്കിന് നമ്മൾ ഒരുപാട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. നേരാണ്, ഇനിയിപ്പോ ഇങ്ങനെയൊന്നും ആയാൽ പോരാ, പറന്ന് മാത്രമേ നിസ്കരിച്ചിട്ടുള്ളൂ, ഇനി പോരാ, സ്വന്തത്തിൽ കൂടി നിസ്കരിക്കാൻ തുടങ്ങണം, സദക്കയ്ക്ക് അപ്പോഴും കൊടുത്തിരിക്കുന്നത് പോരാ, സകാത്ത് കൊടുക്കാനൊക്കെ തുടങ്ങണം, കുറച്ചൊക്കെ ഇത് റമദാനിലെങ്കിലും തീറ്റയ്ക്കൊക്കെ കുറച്ചിട്ട് ഖുർആനൊക്കെ ഒന്ന് പഠിക്കണം എന്നൊക്കെ ആലോചിച്ച് പ്ലാൻ ചെയ്ത ഇഷ്ടംപോലെ ആളുകളുണ്ട്. പക്ഷേ നമുക്കറിയില്ല. അതുകൊണ്ട് ഇപ്രാവശ്യം ഈ അഹിലൻ റമദാൻ എന്നുള്ള പരിപാടിയുടെ ശരിയുള്ള കാര്യമല്ല. എന്റെ അഭിപ്രായം പേഴ്സണലായിട്ട് പറയാം. അഹിലൻ റമദാൻ എന്ന് പറഞ്ഞാൽ ഈ യുഎഇയിലും ഖത്തറിലൊക്കെ കുവൈത്തിലൊക്കെ ഈ പാട്ടും പാടി തുണിയിച്ചിട്ട് ചാടി കളിക്കാനുള്ള ഏർപ്പാടിനാണ് അഹിലൻ റമദാൻ എന്ന് പറയുന്നത്. ദീനിയായ ഭാഷയിൽ അഹിലൻ റമദാൻ എന്നല്ല പറയാം, ഇസ്തിഖ്ബാൽ റമദാൻ. വേണമെങ്കിൽ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ അഹിലൻ റമദാൻ ഇപ്പൊ കുറെ പാട്ടും കളിയും ഡാൻസൊക്കെ പാടുകയാണ്. അത് നമുക്കുള്ളതല്ല, ആ സ്വീകരിക്കലല്ല നമുക്ക് വേണ്ടത്. നമ്മൾ ഇസ്തിഖ്ബാലാണ്. ഒരു അതിഥി നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ സ്വീകരിക്കുന്നത് പോലെയുള്ള റമദാനെ സ്വീകരിക്കാനാണ്. അഹിലൻ റമദാൻ അല്ല, ഇസ്തിഖ്ബാൽ റമദാൻ. അതുകൊണ്ട് ഇപ്പൊ ഇസ്തിഖ്ബാൽ റമദാന്റെ മുമ്പ് നമ്മൾ ചെയ്യേണ്ടത് ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. നമ്മുടെ നിയ്യത്തൊന്ന് നന്നാക്കി വെക്കുക. അങ്ങനെയാണ് നിയ്യത്തിന് പ്രാധാന്യമുണ്ട്. റമദാൻ വന്നാല് ഈ നിയ്യത്ത് നമ്മൾ വെച്ചാൽ ഈ നിയ്യത്ത് നമുക്കുള്ളിടത്തോളം കാലം അല്ലാഹു തആല പ്രതിഫലം തരും എന്നൊരു ആത്മവിശ്വാസം നമുക്ക് ഉണ്ടാവണം. അത് ഖുർആനിൽ അല്ലാഹു പഠിപ്പിച്ചത്. മനസ്സിലായോ? ഒരാള് സ്ഥിരമായിട്ട് ജമാഅത്തിൽ വരുന്ന ഒരാളാണ്. ഒരു ദിവസം അദ്ദേഹത്തിന് ജമാഅത്തിന് വരാൻ പറ്റിയില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മനസ്സ് പെടുന്നെങ്കിൽ അല്ലാഹു തആല അദ്ദേഹത്തിന് കൂലി കൊടുക്കും. നമ്മളൊക്കെ ഈ റമദാനിൽ നന്നാവാനും നോമ്പ് നോക്കാനും ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കുക. സലഫികൾ അങ്ങനെയാണ്. റമദാൻ കഴിഞ്ഞാൽ 6 മാസം റമദാൻ സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും. കുറച്ചുകൂടി നോമ്പ് നിസ്കാരം സക്കാത്തൊക്കെ സ്വീകരിക്കണേ എന്ന് പ്രാർത്ഥിക്കും. പിന്നെ റമദാൻ കഴിഞ്ഞ അടുത്ത 6 മാസം അടുത്ത റമദാനിൽ ജീവിക്കാൻ തൗഫീഖ് ഉണ്ടാവണേ എന്നാണ് പ്രാർത്ഥന. റമദാൻ വന്നാൽ പിന്നെ പ്രാർത്ഥന റമദാനിൽ മരിപ്പിക്കരുതേന്നാണ്. അങ്ങനെ പ്രാർത്ഥിക്കണം. റമദാൻ വന്നാൽ പിന്നെ പ്രാർത്ഥിക്കേണ്ടത് റമദാനിൽ മരിപ്പിക്കരുതേന്നാണ്. ഇത് നിരന്തരം അവരുടെ ഒരു പ്രഖ്യാപനങ്ങളും വളയങ്ങളുമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കാരണം എന്താ പറയുക, പറഞ്ഞ ചരിത്രം അതേപോലെ നമ്മുടെ നാട്ടിൽ 2 ആള് മരിച്ചു. ഒരാള് ഷഹീദായിട്ടാണ് ഇങ്ങനെ പറയുന്നത്, നല്ല മനുഷ്യനായിരുന്നു. വേറൊരാള് അയാൾ മരിച്ചു കഴിഞ്ഞിട്ട് ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് വേറൊരാൾ മരിച്ചത്. അങ്ങനെ സ്വപ്നം കാണും. സ്വർഗത്തിൽ ഒരാൾ വിളിക്കുന്നുണ്ട്. ആദ്യം വിളിച്ചത് 2ാമത് മരിച്ച ആളെ. ആദ്യം വിളിച്ചത് 2ാമത് മരിച്ച ആളെ, പിന്നെ വിളിച്ചത് ആദ്യം മരിച്ച ആളെ, പിന്നെ വിളിച്ചത് എന്നെ വിളിച്ചത്. അവരെ സ്വർഗത്തിൽ പറഞ്ഞയച്ചു. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ വരാനായിട്ടില്ല, കുറച്ചുകൂടി കഴിയട്ടെ എന്ന് പറഞ്ഞപ്പോ ഞാനും ഉറപ്പുന്ന സ്വപ്നം കണ്ടില്ല. നബിയോട് പറഞ്ഞത് ഞാൻ ഈ കണ്ടതിന്റെ പൊരുൾ എന്താ? ഒരു ഷഹീദായ മനുഷ്യൻ അദ്ദേഹം 2ാമത് സ്വർഗത്തിൽ പോണത്, അതും കഴിഞ്ഞിട്ട് മരിച്ച ഒരു കൊല്ലം കഴിഞ്ഞ് മരിച്ച ആളാണ് പിന്നെ ആദ്യ സ്വർഗത്തിൽ പോയിരുന്നത്. അപ്പൊ നബി ചോദിച്ചു
അയാൾ ഒരു കൊല്ലം അധികം ജീവിച്ചേന്ന് ചോദിച്ചു. ഒരു കൊല്ലം അധികം നിസ്കരിച്ചില്ലേ? ഒരു കൊല്ലം അധികം എടുത്തു ചോദിച്ചാൽ നോമ്പ് നോക്കിയില്ലേ? നോമ്പ്. അതാണ് പ്രധാനം. അതാണ് പ്രധാനം. ഏറ്റവും നല്ല മനുഷ്യൻ ഒരുപാട് കാലം ജീവിക്കുകയും നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്തവരാണ്. അപ്പൊ ഒരു കൊല്ലം അധികം ജീവിച്ചപ്പോ നമുക്ക് കൂലിരിക്കണം. ചിലപ്പോ നമ്മൾക്ക് മുമ്പ് മരിച്ചുപോയ പ്രതിഫലം അതിനേക്കാൾ പ്രതിഫലം ചിലപ്പോൾ ഈ വർഷത്തെ നോമ്പ് നമ്മൾ നോക്കി നല്ല നിലക്ക് നോക്കിയാൽ നമുക്ക് കിട്ടിയേക്കാം. അത് കിട്ടണം. അതുകൊണ്ട് തന്നെ ഒന്നാമത്തതായി എനിക്ക് പറയാനുള്ളത് നിയ്യത്ത് നന്നാക്കുക. തബൂക്ക് യുദ്ധം ഒരു പ്രധാനപ്പെട്ട യുദ്ധമാണ്. തബൂക്ക് യുദ്ധം അതിന് പോകാൻ വേണ്ടി ആളുകളൊക്കെ ക്ഷണിച്ചപ്പോൾ പലർക്കും പോകാൻ വേണ്ടിയില്ല. നബി പോകേണ്ടത് കേട്ട് ഒരാൾക്കാർ വന്നു. മരം വീഴുന്നു, കുട്ടികൾ പോകണമായി പിന്നാലെ കൂടി വന്നു. എല്ലാവരും നബി പറഞ്ഞു കൊണ്ടുപോകണമെങ്കിൽ എനിക്ക് കാശൊന്നുമില്ല. യുദ്ധത്തിനാണ് പോകണ്ടോ? ടൂറല്ല, യുദ്ധത്തിനാണ് പോണേ. അത്രയും കാലഘട്ടമാണ്. പോയി യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരികയാണ്. യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുമ്പോ അവരോട് നബി പറയണം, നിങ്ങൾ സ്റ്റെപ്പ് വെക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ വാതി മുറിച്ചു കിടക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളല്ലാത്ത കുറെ ആളുകൾ നിങ്ങളുടെ കൂടെ ഉണ്ട്, പ്രതിഫലത്തിൽ പങ്കാളികളാകുന്നുണ്ട്. യുദ്ധം ചെയ്ത പ്രയാസപ്പെട്ട ഇവരുടെ അതേപോലെ പ്രതിഫലം കിട്ടുന്ന കുറച്ച് ആളുകൾ വീട്ടിൽ ഇരിക്കുന്നുണ്ട്. അകസവും അവർക്ക് വരാൻ പറ്റിയിട്ടില്ല. അവരെ പറ്റി സൂറത്ത് തൗബയിൽ അല്ലാഹു പറയുന്നത്, വലാ അലല്ലദീന ഇദാ മാ അതൗക ലിതഹ്മിലഹും, നിങ്ങൾ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് വന്ന ആളുകൾ, ഖുൽത ലാ അജിദു മാ അഹ്മിലുക്കും അലൈഹി,
അപ്പോ ഖുർആനിൽ പറയാണ് മഴ നിങ്ങളെ കൊണ്ടുപോകാൻ എൻ്റെ അടുത്ത് പൈസയൊന്നുമില്ല. കണ്ണീർ കൊണ്ട് അവരുടെ കണ്ണുകളൊക്കെ ഇങ്ങനെ നിറയണം, കരയണല്ലേ. യുദ്ധത്തിനുണ്ടാകുന്ന കൈകാശില്ലാതെ അല്ല ചെലവാക്കാനൊന്നും ചെലവൊന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് നെല്ലിന്റെ കൂടെ പോകാനും. അപ്പൊ മനസ്സ് അവിടെ ഉണ്ട്, മനസ്സ് അവിടെ ഉണ്ട്. അപ്പൊ ഇന്ന് മുതൽ നമ്മുടെ മനസ്സിനെ റമദാനിലേക്ക് അന്വേഷിക്കും. നമ്മൾ മരിച്ചു പോയാലെങ്കിൽ അള്ളാന്റെ പ്രതിഫലം ഇൻഷാ അല്ലാഹ് കിട്ടും. നിയ്യത്ത് തറാവീഹ് നിസ്കരിക്കുന്ന തീരുമാനിച്ചു ഓഫീസിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ അത് കുറച്ചോരും തമ്മിൽ തീരുമാനിക്കാം, നമ്മളും തമ്മിൽ തീരുമാനിക്കും. നിസ്കാരം ജമാഅത്ത് കൃത്യം എന്ത് പേടിക്കാൻ നിസ്കരിക്കാൻ നമ്മൾ പറയുന്നത് ജമാഅത്തായിട്ട് തീരുമാനിച്ചു വെക്കുക. സകാത്തൊക്കെ കൊടുക്കാൻ തീരുമാനിച്ചു കൊടുക്കുക. സദഖ പരമാവധി ചെയ്താൽ അതുകൊണ്ടാണ് എന്റെ വിഷയം അങ്ങനെയാണ് പറയാൻ അയച്ചത്. അമലുകൾ കുറ്റമറ്റതാക്കുക മനസ്സിലായി. എന്തായാലും ശരി, അമലുകളൊക്കെ കുറ്റം അറ്റതാക്കുക, കുറ്റം ഇല്ലാത്ത അമലുകളാക്കി മാറ്റുക. എപ്പോഴാ അമലുകൾ കുറ്റമറ്റതാവുക എന്ന് ചോദിച്ചാൽ രണ്ട് കാര്യം. ഒരു അമല് അതിനെ ആ വിഷയം പറഞ്ഞാൽ അവസാനിപ്പിക്കാനാണ്. അമലുകൾ എപ്പോഴാണ് കുറ്റമറ്റതാവുക എന്ന് ചോദിച്ചാൽ ഒന്ന് ഇഖ്ലാസ് ഉണ്ടാകുമ്പോഴാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ വേണം, നമ്മുടെ മനസ്സ് അതിലേക്ക് വരണം. നമ്മുടെ മനസ്സ് അതിലേക്ക് വരണം. മനസ്സ് കൊണ്ട് നമ്മുടെ സാന്നിധ്യം ഉണ്ടാവണം. അതാണ് ഏത് അമലും ഒന്നാമത്തെ ഫർള് നിയ്യത്താണ്. അല്ലേ? നിസ്കാരം ഒന്നാമത്തെ ഫർള് നിയ്യത്ത്. നോമ്പ് നിയ്യത്ത്. 5, 6, 14 വരെ ഫർളൊക്കെ ഉണ്ട് നിസ്കാരം. നോമ്പിനാകെ 2 ഫർളുള്ളൂ. ഒന്ന് നിയ്യത്ത്, 2 നോമ്പ്. ശർഈയായിട്ട് അപ്പൊ എല്ലാം നിയ്യത്താണ്. അതുകൊണ്ട് ഒന്നാമതേക്ക് പറയാനുള്ളത് നമ്മൾ റമളാൻ മാസം എത്തി. ഇൻഷാ അല്ലാഹ് നമ്മുടെ നിയ്യത്ത് നന്നാക്കി ആയുസ്സിന്റെ കാര്യം ശ്രദ്ധിക്കുക. ആ ആയുസ് ഉണ്ടാവാൻ നമ്മൾ പ്രാർത്ഥിക്കുക. ആ ആയുസ്സിന് എല്ലാത്തിനും നമ്മുടെ മുൻപന്തിയിൽ ഉണ്ടാകുന്നത് നിയ്യത്ത് നമ്മൾ നോക്കുക. രണ്ടാമത്തെ കാര്യം പഠിക്കുക. വിജ്ഞാന വേദിയാണ്. ഹജ്ജിന് പോകുമ്പോൾ നമ്മൾ പഠിക്കരുത്. ക്ലാസ്സിന് പോയിട്ട് നമ്മൾ ആകെ അടങ്കമായിട്ട് ക്ലാസ് കേട്ടിട്ട്, ഹജ്ജിന്റെ ക്ലാസ് കേട്ടിട്ട് പഠിക്കും. നമ്മൾ പഠിക്കാൻ താല്പര്യമില്ല. ബാക്കിയൊന്നും നമുക്ക് വലിയ താല്പര്യമില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച, മുമ്പത്തെ ആഴ്ച, വെള്ളിയാഴ്ച ജുമാഅത്ത് പോയപ്പോ ഖുതുബ വിഷയം 3 വിഷയം പഠിപ്പിച്ചിട്ട്, ഒന്ന് തയമ്മും, ഒന്ന് വുളൂഅ്, ഒന്ന് കുളി. ഖുതുബ കേട്ടിട്ട് ആൾക്കാരും പിന്നെ ഒന്നു അത് പറഞ്ഞപ്പോ തീർന്നില്ല. സൂറത്തുൽ മാഇദയിലെ 6-ാമത്തെ ആയത്ത്, അതുപോലെ തന്നെ കുളി സൂറത്തുൽ നിസായിലെ 43-ാമത്തെ ആയത്ത് വിശദീകരിച്ചതാണ്. അപ്പൊ 1-2 ആൾക്കാർ വന്നിട്ട് പറയാണ്, ഞങ്ങൾക്ക് ഇതാണ് ഞങ്ങൾക്ക് എഫക്ട് ചെയ്തത്. നമ്മൾ ഈ വിഭവമൊക്കെ അമേരിക്കയിലെ ട്രംപ് അവിടെ ചെയ്ത പറഞ്ഞ കാര്യമൊന്നുമില്ല. ആൾക്കാർക്ക് ഒന്നുണ്ടാക്കാൻ അറിയാം. നിങ്ങൾ ഒന്നുണ്ടാക്കാൻ പോയത് ഇമാം നിസ്കരിക്കുമ്പോ കാലം അങ്ങോട്ട് വെച്ചിട്ടാ വെക്കണം, ഇങ്ങോട്ട് വെച്ചിട്ടാ വെക്കണം എന്ന് അറിയില്ല. ഒരു പള്ളിയിലും പോയപ്പോ ഇമാമിന് നേരെ അവർക്ക് അങ്ങോട്ട് ഇരിക്കണം. ഇമാമാണ് ബംഗാളിയല്ല മലയാളിയാണ്. ഞാൻ അവരെ വിളിച്ച് ചോദിച്ചു എങ്ങനെയാണ് അങ്ങനെയുണ്ടോ? അങ്ങനെ ഞാൻ അങ്ങനെ പഠിച്ചിരുന്നോ പറയാം. അങ്ങോട്ട്
ലോറ് പുരസ്കരിച്ചപ്പോ ഇടയത്തെ അറിയാൻ തോന്നിയിട്ടില്ല, ആരോട് ഓർമ്മിപ്പിക്കുകയും ചെയ്തില്ല, ഒന്നും ചെയ്യുകയും ചെയ്തില്ല, ഒന്നും ചെയ്തില്ല. ഞാൻ കഴിച്ചു പോയാണ്, ചോറൊക്കെ കഴിച്ചു ഞാൻ അസംസ്കരിച്ചോളി, വേറെ ചെയ്യാറുള്ളതൊന്നുമില്ല. തന്നെയാണ് രണ്ടാമത്തെ. വേറൊക്കെ പള്ളികൾ അപ്പുറത്തെ പള്ളികൾ വിളിച്ചിട്ട് നമ്മുടെ പള്ളിയല്ല, ചിത്രം പള്ളിയാണ്, അവിടെ നിന്ന് വിളിച്ചിട്ട് ചോദിച്ചു സുജൂദ് ചെയ്തിട്ടില്ല കഴിഞ്ഞ ജുമാക്ക്, ഒരു സുജൂദ് ചെയ്തിട്ടുള്ളൂ. ഈ പഠിക്കുന്ന വിഷയത്തിൽ നമ്മൾ വളരെ എന്താ അണക്കേതൊരു ഓർമ്മ തെറ്റിഞ്ഞാണെങ്കിൽ ഓർമ്മിച്ചു ബാക്കി വളരെ കുടിച്ചുകൂട്ടിയിട്ട് ഡിമാൻഡാക്കാൻ പറ്റില്ലല്ലോ. ചിലത് ബാത്തിലാവുന്നുണ്ട്, തന്നെ ബാത്തിലാവൂലേ, വേറെ സ്ഥിതിക്കണ്ടോ അവരുടെ മസാലകളൊന്നും അറിയില്ല. മാത്രല്ല എന്താ ചെയ്യേണ്ടത്, തയമ്മും എന്താണെന്നറിയില്ല, തയമ്മും എന്താണെന്നറിയില്ല. ഒരിക്കൽ അച്ഛന് പോയപ്പോ ഒരു ചങ്ങായി കുറച്ച് മണ്ണ് കെട്ടിപ്പോയി, വിമാനത്തിൽ നിന്ന് തയമ്മം ചെയ്യേണ്ട നേരത്തിൽ എടുത്ത് അത് തുറന്നപ്പോ അത് കൂടി മണ്ണൊക്കെ പാടെ AC അല്ലേ, അത് കഴിച്ചിട്ട് ആ വയലിന്റെ മൊത്തത്തിലുള്ള മൂത്തുകൂടെ പാടല്ലേ തയമ്മും അറിയില്ല, എങ്ങനെ തയമ്മം ചെയ്യാൻ അറിയാം. അങ്ങനെ തൊട്ട് ഒരടി മതി, ഇങ്ങനെ അതിന്റെ തയമ്മുമായി അത്രയുള്ളൂ ഏറിയ. അത് പഠിപ്പിച്ചു കൊടുത്തപ്പോ ആൾക്കാർക്ക് എന്തോ ഒരു സുഖം കിട്ടിയാണ്. ഞാൻ പറയുന്നുണ്ടല്ലോ, ചെറിയ ചെറിയ കാര്യങ്ങൾ തൊട്ടിട്ട് നന്നായിട്ട് പഠിക്കാൻ നമ്മൾ ശ്രമിക്കണം. പഠിക്കന്നെ ഒന്ന് നമ്മൾ ചെയ്യും. ഇത് പണ്ടത്തെ എല്ലാം മാറി, വാഹനം മാറി, വീട് മാറി, ഒക്കെ മാറി, ഓതും മാറി. ഓതുപ്പോഴും 2ാം ക്ലാസ്സിലുള്ള അവസാനം എന്തോ ഒരു കഥ, അതൊന്നും മനസ്സിലൊന്നും ചെയ്തിട്ടില്ല. ഓത്ത് മാറിയിട്ടില്ല, നിസ്കാരത്തിന്റെ സ്വഭാവം മാറിയിട്ടില്ല, കർമ്മം മാറിയിട്ടില്ല, പലതും നമ്മളെ മാറ്റി. ബേസിക്കലി പഠിക്കാനുള്ള ഒരു താല്പര്യം ഉണ്ടാക്കുക, പഠിച്ച് ചെയ്യാൻ. അപ്പൊ പഠിക്കാനുള്ള മാനദണ്ഡമാണ് രണ്ടാമത്തെ കാരണം. ഒന്ന് ഇഖ്ലാസ് നിയ്യത്താണെങ്കിൽ, രണ്ടാമത്തെ ഇത്തിബാഉ റസൂൽ. റസൂൽ എങ്ങനെ ഓടുന്നത് അങ്ങനെ ഓടുക, റസൂൽ എങ്ങനെ കൈയ്യട്ടി അങ്ങനെ കൈയ്യെടുക്കുക, റസൂൽ എങ്ങനെ നിസ്കരിച്ചു അങ്ങനെ നിസ്കരിക്കുക, കസാലം വരുന്ന നിസ്കരിക്കുക. അതൊക്കെ പുതിയ വിഷയങ്ങളാണ്. കസാലമൊക്കെ ഇരുന്നിട്ട് ഓരോരുത്തർ സർക്കസ് ആക്കണണ്ട, ഇത് എല്ലാം നല്ലത് നിസ്കരിക്കാതിരിക്കാൻ തോന്നിപ്പോ. കസാലം നിസ്കരിക്കാനില്ല, നിങ്ങൾ പഠിച്ചിടണം. കസാലം ഇരിക്കുന്നവര് പഠിച്ചിടണം കസാലം എങ്ങനെ നിസ്കരിക്കാന്നുള്ളത്. ഭാരത സർക്കസിലാക്കണമായ നിസ്കാരം ആര് പഠിപ്പിച്ചു നിസ്കാരം എങ്ങനെ ഇപ്പോഴോട് ചോദിക്കണ്ട. ഇൻഷാ അല്ലാഹ് വേറെ കർമ്മം പഠിക്കുമ്പോൾ നിങ്ങളൊന്ന് പഠിക്കി. കസാലം എഴുന്നിട്ട് എങ്ങനെ നിസ്കരിക്കണം അറിവുള്ളവരോട് ചോദിച്ചു പഠിക്കുക. കസാല കണ്ണന്മാരെ പള്ളിയിൽ വന്നിട്ടുണ്ട്, നമുക്കറിയില്ല. നിസ്കാരത്തിൽ ഒന്നും മുന്നേ എന്താ ചെയ്യേണ്ടത് നമുക്കറിയില്ല. പഠിക്കാൻ പഠിക്കാൻ എത്ര വിഷയമുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ മസാലകൾ എന്ത് ചെയ്യും. 3 റക്അത്ത് കാസർഗോഡ് വിളിച്ചു, 3 റക്അത്ത് നിസ്കാരം അല്ല 4 റക്അത്ത് നിസ്കാരം, 3 റക്അത്ത് സലാം നിസ്കരിച്ച് എല്ലാവരും പോയിക്കണം. ഇനി എന്താ പറ്റുക, നമുക്ക് അവിടെ 3 ഗ്രൂപ്പ് ഉണ്ട്. അതിന് ഞങ്ങൾ ഭയങ്കര എത്ര പേരാ ഗ്രൂപ്പാക്കുക, 3 ഗ്രൂപ്പ് 4 ഗ്രൂപ്പായിട്ട് ആയിരിക്കണം. അപ്പൊ പ്രശ്നങ്ങൾ എന്ത് ചെയ്യണം. ഇതൊക്കെയാണ് ശരിക്കും നമ്മുടെ കർമ്മങ്ങളാണ്. 1-ാം മാസത്തിൽ പഠിക്കണം, കർമ്മങ്ങൾ പഠിക്കണം. അത് കുറ്റം പറ്റലാക്കുക. നിസ്കരിക്കുമ്പോൾ ഇരിക്കുമ്പോ നിസ്കാരത്തിൽ കൈ എവിടെ വെക്കണം പഠിപ്പിച്ചിട്ടുണ്ട്. റുക്വ ചെയ്യുമ്പോ നമ്മുടെ കൈ എവിടെ ഇരിക്കണം, എവിടേക്ക് നോക്കണം, എവിടേക്ക് നോക്കണം. നിസ്കാരത്തിൽ കണ്ണ് ചിമ്മാൻ പറ്റൂ, ചിമ്മാൻ പറ്റൂലേ. ഇതൊക്കെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക കാണിച്ചിട്ടുണ്ട്. ശൈഖ് അൽബാനിയുടെ പുസ്തകമുണ്ട്, അത് മലയാളത്തിൽ എല്ലാവരും കഴിഞ്ഞിരിക്കുന്നു. ശബാബിലൊക്കെ എന്താ പറയാ, വിചിത്രത്തെ കുറിക്കുന്ന ഓർമ്മ പണ്ടേ ശബാബിനെ കുറിക്കുന്നൊക്കെ തോന്നുന്നത്. ശൈഖ് അൽബാനി പുസ്തകത്തിൽ സിഫത്തു സ്വലാത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ തക്ബീറത്തിൽ ഇഹ്റാം ഇല തസ്ലീമി കഅന്നക തറാഹാ എന്ന വിഷയം. ആ പുസ്തകത്തിന്റെ പേരങ്ങനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം തക്ബീറത്തുൽ ഇഹ്റാം മുതൽ തുടങ്ങിയിട്ട് സലാം ഉൾപ്പെടുന്നത് നീ ഇങ്ങനെ നബി നിസ്കരിക്കുന്നത് കാണുന്ന പോലെ നിനക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ആരെങ്കിലും വായിച്ചോ? എന്റെ മലയാള പരിഭാഷ ഉണ്ട്. ആരെങ്കിലും വായിച്ചോ? ആരെങ്കിലും പഠിച്ചോ? ആരെങ്കിലും മനസ്സിലാക്കിയോ? നബി നിസ്കാരത്തിന്റെ രൂപം നമ്മൾ പഠിച്ചോ? നിങ്ങളൊരു പള്ളിക്ക് ഞാൻ പറഞ്ഞത് വെറുതെ ഇന്ന് നിശ്വാസിക്കുന്നത് നോക്കി പിന്നേക്ക് തിരിഞ്ഞു നോക്കിയാ എല്ലാരെയും കൈ ഒരു ഭാഗത്തല്ല.
ഇത് ഗ്രൂപ്പായിട്ടൊന്നല്ല. നമ്മളെല്ലാവരും ഒരേ ഗ്രൂപ്പ് തന്നെ ആണെങ്കിൽ പോലും എല്ലാവരും കൈ ഒരേ ഭാഗത്തല്ല. കൗത്ത് കെട്ടുന്നവരുണ്ട്, നെഞ്ഞത്ത് കെട്ടുന്നവരുണ്ട്, വളമ കെട്ടുന്നവരുണ്ട്, ഏകാദി കെട്ടുന്നവരുണ്ട്. അതൊക്കെ നമ്മളൊക്കെ ഒരേ ആൾക്കാരാണ്. എല്ലാവരും റുക്കൂറുകൾ പോലെയല്ല. നേരെ ചൊവ്വ റുക്കൂറിലേക്ക് പോകുന്നത് എത്ര കുറവാന്ന് പറയുന്നത് സുഖമില്ലായിരുന്നല്ല. ആ റുക്കൂറിന്റെ ഭാഗമൊന്നും ശരിയല്ല. അങ്ങനെ ശരിയായെങ്കിൽ നിസ്കാരം ശരിയാവില്ല. അതുകൊണ്ടായിരിക്കും വിഷയം കുറ്റമറ്റതാക്കുക. അപ്പൊ രണ്ട് കാര്യം: ഒന്ന് നീയത്ത് നന്നാക്കുക, രണ്ട് കുറ്റമറ്റതാക്കണമെങ്കിൽ എന്നെ കൊണ്ട് പ്രാർത്ഥിക്കാൻ കഴിയില്ല, നിങ്ങൾ നന്നായിട്ട് പഠിക്കും. ഓരോ വിഷയം. അപ്പൊ അതുകൊണ്ട് ഒന്നാമത്തെ വിഷയം നമ്മുടെ ആയുസ്, നമ്മുടെ നീയത്ത് പാടും. രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത് നമ്മുടെ ആരോഗ്യം. ആരോഗ്യം കിട്ടാൻ നിങ്ങൾക്കറിയോ, അബ്ബാസ് നബിയുടെ പിതൃവ്യ അമ്മ നബിയോട് ചോദിക്കുക, നബിയെ ഞാൻ അള്ളാഹുവോട് ദുനിയാവിൽ ചോദിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതാ? അപ്പൊ നബി പറഞ്ഞു, ആഫിയത്ത് ചോദിക്കണം. ആഫിയത്ത് ചോദിക്കണം, ആരോഗ്യം ചോദിക്കണം അള്ളാഹുവോട്. നമ്മൾ ജിമ്മിനൊക്കെ പോകും, സാധാരണ ആരോഗ്യം ചോദിക്കില്ല. നമ്മൾ ജിമ്മിൽ പോയ ആരോഗ്യം കിട്ടുന്നതാണ്. അല്ല, അള്ളാഹുവോട് ചോദിക്കണം. അപ്പൊ ഒരു ഡൗട്ട്, ഇത് ചെറിയ വലിയൊരു ചോദ്യത്തിന് ചെറിയൊരു മറുപടിയാണ് നബി പറഞ്ഞത്. അപ്പൊ ഒന്നും കൂടി അപ്പുറത്തോടെ തിരിഞ്ഞു പോയിട്ട് നബിയോട് ചോദിക്കാം, നബിയെ ഞാൻ എന്താണ് ദുനിയാവിൽ അള്ളാഹുവിനെ ചോദിക്കേണ്ടത്? അപ്പൊ നബി പറയാം, യാ അബ്ബാസ്, യാ ഇബ്നു അബ്ബാസ്, അമ്മ റസൂൽ സരില്ലാഹുൽ ആഫിയ. അബ്ബാസേ, നിന്റെ എളാപ്പ, എളാപ്പയുടെ മകനെ പറഞ്ഞിട്ട് ഇബ്നു അബ്ബാസ്, അമ്മ റസൂൽ നബിയുടെ എന്റെ എളാപ്പാന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ട് പറയാം, അള്ളാഹുവോട് ആഫിയത്ത് ചോദിക്കണം. അള്ളാഹുവോട് ആഫിയത്ത് ചോദിക്കണം. നബി പറയാം, മൻകാന ആമിനൻ ഫീ സിദ്ദിഖി. രാവിലെ കുടുംബത്തിൽ ഒരു പ്രശ്നമല്ല. എന്താ ആലോചിച്ചോളി, ദുനിയാവിലെ സുഖം അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്. ദുനിയാവിലെ സുഖം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളാണ്. ഇതിലപ്പുറം സുഖമില്ല. ഒന്ന്, മൻകാന ആമിനൻ ഫീ സിദ്ദിഖി, കുടുംബത്തിൽ ഒരു പ്രശ്നമില്ലാതിരിക്കാം. ഇളയച്ചൻ മുതച്ച് വാപ്പ മക്കള് തമ്മിൽ, പേരക്കുട്ടികൾ തമ്മിൽ ഒരു പ്രശ്നം ഒരു കുടുംബത്തിൽ ഇല്ലാതിരിക്കാം. ശരീരത്തിന് ആരോഗ്യം ഉണ്ടായിരിക്കുക. നിങ്ങൾ ആലോചിച്ചു, ഇന്ന് രാവിലെ ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞു. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോ കാല് നിലത്തേക്ക് വെക്കാൻ വയ്യാത്ത എത്ര ആളുകളെ കാണാൻ ആശുപത്രി പോയാൽ കാണും. ചോദിക്കണം, എന്റെ കേട് കടന്നുറങ്ങുമ്പോൾ ഒരു കേടില്ല. രാവിലെ നീച്ചപ്പോ കാല് നിലത്തേക്ക് വെക്കാൻ വയ്യ. നിങ്ങൾക്ക് എന്താ അസുഖം? ഒരു കേടുമില്ല. എഴുന്നേറ്റ് നോക്കുമ്പോൾ ഒരു കുളം പഴങ്ങിക്കണം. നിങ്ങൾക്ക് എന്താ അസുഖം? ഞാന് എഴുന്നേറ്റ് നോക്കുമ്പോ സ്ട്രോക്ക്, BP കൂടി, BP കുറഞ്ഞു, കാല് വെക്കാൻ വയ്യ, യൂറിക് ആസിഡ്, കടക്കൽ നീക്കാൻ വയ്യ, ആളുകളൊക്കെ വിളിച്ചു കൂട്ടി, മകൾ വന്ന് ജനിപ്പിച്ചു. മറ്റാള് സാധാരണ ഉണരുന്ന സമയത്ത് ഉണരുന്നില്ല, പോയോക്കുമ്പോ മരിച്ചു. നിങ്ങൾ ആലോചിച്ചു, നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ്. എത്ര കഴിഞ്ഞ നോമ്പ് കഴിഞ്ഞിട്ട് ഈ ദിവസം വരെ ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചിട്ട് അതിലൊരാള് നമ്മളായിട്ടില്ല എന്നുള്ളത് വലിയ ഭാഗ്യല്ലേ? നമ്മളെത്ര ഭാഗ്യവാന്മാരാണ്. ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു, ലക്ഷക്കണക്കിന് ആളുകൾ ലോകത്ത് മരിച്ചു. പക്ഷെ നമ്മളിപ്പോഴും അൽഹംദുലില്ലാഹ് ബാക്കിയുണ്ട്. അതുകൊണ്ട് ഒരു കേടുമില്ലാതെ എഴുന്നേറ്റിട്ട് മണ്ണാർക്കാട് ഇതുവരെ എത്തിയത് തന്നെ വലിയ ഭാഗ്യം. ഇന്ന് കഴിക്കാനുള്ള ഭക്ഷണം നമ്മൾ എടുത്തത് നാളെ നമുക്കറിയില്ല. ഇന്ന് കഴിക്കാനുള്ള ഭക്ഷണവും ഉണ്ട് എങ്കിൽ ഈ ദുനിയാവ് മുഴുവൻ കിട്ടിയതിന് തുല്യമാണ്. അതിലും വലിയ സുഖം ഞാനില്ല കിട്ടുക. കോടിക്കണക്കിന് ഉറുപ്പികണ്ടായതുകൊണ്ട് സൂചിപ്പിക്കാം. കോടിക്കണക്കിന് ഉറുപ്പിണ്ടായതുകൊണ്ട് നമുക്ക് ആരോഗ്യം കൈക്കൊള്ളണമെന്നില്ല. വലിയ വീടുണ്ടായത് കൊണ്ട് ആരോഗ്യം കൈക്കൊള്ളണമെന്നില്ല. ഈ മൂന്ന് കാര്യം സിമ്പിളാണ്. കുടുംബ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുക, ശരീരത്തിന് പ്രത്യേകമായി പ്രഷറും ഷുഗറും നോക്കണം. നമുക്ക് രോഗമായിട്ട് കണ്ടുപോകില്ല. അതൊക്കെ പണ്ട് മരിയോട് പറഞ്ഞമായി അമ്മായിമ്മ എവിടെ അമ്മ BSc ടെസ്റ്റിന് വയ്ക്കാറില്ലേ?
എന്താ വെച്ചാൽ പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ടെസ്റ്റ് ചെയ്യാൻ പോയിക്കാണ്. വലിയമാണ PSC മറ്റേ പബ്ലിക് സർവീസ് കമ്മീഷൻ ഒന്നല്ല. അപ്പൊ അങ്ങനെയൊക്കെ അത് അത്ര എടുത്താൽ മതി. മരോട് അത്ര എമ്മാടെ രോഗം എടുത്തിട്ടുള്ളൂ. അത് പ്രഷറും ഷുഗറും കൊളസ്ട്രോളും വിഷയമാക്കണ്ട. എന്നാലും നമ്മൾ അൽഹംദുലില്ലാഹ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തിരിച്ചെടുക്കില്ലേ? അത് അങ്ങനത്തെ ചെറിയ ചെറിയ ആളുകൾ വിടുക. ഈ ചില ആൾക്കാരുടെ രോഗത്തെ ഒരു അലങ്കാരമായി കൊണ്ടുവരുന്ന വലിയ ആൾക്കാർ ഒന്നും ഉണ്ടാവല്ലോ. അങ്ങനെ വെച്ചാൽ അങ്ങനെ വെച്ചാൽ വൈകാരികൾ അങ്ങനെ അത്രയും പിന്നെ ഇഷ്ടമില്ല. അള്ളാഹിനോട് സഹായം തരിക. വലാത്ത അജീസ്, നീ ഒരിക്കലും അശക്തനാവരുത്, വയ്യാതെ പറയരുത്. പഴയകാലത്ത് അമ്മമാരുണ്ട്, വയ്യാതെ പറയരുത്. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്ത് പറയണം? മാഷാ അല്ലാഹു ഖദ്ദർ, അത് അല്ലാഹു കണക്കാക്കിയതാണ്. വലാത്ത ലൗ ലൗ എന്ന് പറയാൻ പാടില്ല. ഫഇന്ന ലൗ തഫ്തഹു അമല ശൈത്താൻ. ഞാൻ അങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ അങ്ങനെ ആയിരുന്നു, അങ്ങനെ പറഞ്ഞിട്ടില്ല, എങ്ങനെ ആയിരുന്നു പറയാനേ പാടില്ല. കാരണം അത് പിശാചിന്റെ അമലുകൾ എളുപ്പമാക്കുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ആരോഗ്യത്തെ ശ്രദ്ധിക്കണം. പടച്ചവനോട് പറയാം, ആരോഗ്യം പടച്ചവനെ ഈ റമദാൻ മാസത്തിൽ നോമ്പ് നോൽക്കാനുള്ള ആരോഗ്യത്തിന് തരണേ. നോമ്പ് നോൽക്കാൻ ആരോഗ്യമാണ്, തിന്നാനല്ല ആരോഗ്യമാണ്. തിന്നാൻ ആരോഗ്യമാണ്. നമ്മളൊക്കെ ആലോചിക്കുന്നത് അള്ളാഹ് പറഞ്ഞത് നോമ്പ് റമദാൻ മാസം വരുമ്പോ ഒരല്പം ഭക്ഷണം ഒന്ന് കുറച്ച് മനുഷ്യന്റെ മൃഗീയമായ വികാരങ്ങളെയൊക്കെ ഒന്ന് നിയന്ത്രിക്കാനാണ്. അതുകൊണ്ടാണ് നോമ്പ് നോൽക്കാൻ പിന്നെ കല്യാണം കഴിക്കാൻ കഴിയില്ലെങ്കിൽ നോമ്പ് നോൽക്കട്ടെ എന്നാണ് എനിക്ക് പറയുന്നത്. ഇപ്പൊ നമ്മൾ റമദാൻ മാസം കഴിഞ്ഞാൽ ഒരു മനുഷ്യരെ കൊണ്ടിട്ടാൻ കൂടി തോന്നുകയാണെങ്കിലോ അവന്റെ തീക്കും അവന്റെ തടിക്കപ്പാടെ എവിടെ എത്തിച്ചിട്ടുണ്ടാവും? മനുഷ്യന്റെ മനസ്സൊക്കെ ഒന്ന് നിയന്ത്രിക്കണം, കൺട്രോൾ ചെയ്യണം, മൃഗീയ വിചാരങ്ങൾ ഒതുക്കണം. അതുകൊണ്ടാണ് തിന്നരുതേ എന്ന് പറഞ്ഞ ഒരു മാസമാണ് റമദാൻ മാസം. ഞാൻ പറയുന്നത് തിന്നണ്ട, പക്ഷെ നമ്മൾ ഒരുങ്ങിയത് മുഴുവൻ തിന്നാനാണ്. ഇപ്പൊ നമ്മൾ ഒരുങ്ങിയത് നോമ്പുറപ്പിച്ചാലാണ്. അതിനാ വലിയ ആവശ്യം വേണ്ടതല്ല. അതൊക്കെ സുന്നത്തായ കാര്യം. ഇപ്പൊ സുന്നത്തായ കാര്യം കൊണ്ട് പലപ്പോഴും ഹറാമ് ചെയ്യുന്നുണ്ട്. സുന്നത്തായ കാര്യം നോമ്പുറപ്പിക്കൽ സുന്നത്താ. ഭക്ഷണം കൊണ്ട് തമാശയ്ക്കായി ഭക്ഷണം കൊണ്ട് ഇസ്രാഫ് ചെയ്താൽ ഹറാമാണ്. ഇതൊക്കെ സൂക്ഷ്മത പാലിക്കണ്ടേ? നമ്മൾ തത്വം ഉണ്ടാക്കുന്ന എവിടെ തത്വേ നോമ്പ് തുറക്കണ ഒരു ഇഫ്താർ പരിപാടിയിലും പടത്തോടെ വെച്ചിട്ട് ഞാനൊരു തത്വം കണ്ടിട്ടില്ല. നിങ്ങൾ പറയും പ്രതീക്ഷിച്ചോളി, ഞാൻ തുറന്നു പറഞ്ഞെന്ന് വിചാരിക്കണം. പലർക്കും നോക്കിയില്ല. ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. മനുഷ്യന്മാർക്ക് നോമ്പോർക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ അല്ലാതെ അത് ആ നേരത്ത് ദുആ ചെയ്യാനാണ് പഠിപ്പിച്ചത്. ഏത് ഐസ്ക്രീം കിട്ടണ ദുആക്കലാ നേരത്ത് ഓരിങ്ങനെ ഈ തണിമാസം കുറെ വായിക്കാൻ അങ്ങോട്ടിടും, അതിന് കുറെ സമൂസ വായിക്കും ഇങ്ങോട്ടിടുന്നല്ലാതെ ഓർക്ക് എന്ത് ദുആ, ഓർക്ക് എന്ത് വഴി കുഴപ്പമില്ല. അത് 2 മണിക്കൂർ 10 മിനിറ്റ് മുമ്പൊക്കെ റെഡിയാക്കി വെച്ചിട്ട് എല്ലാവരും ഹറാമിലൊക്കെ കണ്ടില്ലേ? എല്ലാവരും തിന്നാനുള്ള സാധനങ്ങൾ പ്രാർത്ഥിക്കാൻ നോക്കാൻ 3 ദുആ സ്വലാസത്തു ദഅവാത്തിൻ മുസ്തജാബ, 3 ദുആക്ക് ഉത്തരമുണ്ട്. അതിലൊന്ന് ദഅവത്തു സ്വായിം, നോമ്പുകാരന്റെ പ്രാർത്ഥനയാണ്. നോമ്പുകാരന്റെ പ്രാർത്ഥനയ്ക്ക് ഏറ്റവും കൂടുതൽ ഉത്തരം കിട്ടുക ഇഫ്താറിന്റെ സമയത്തുള്ള പ്രാർത്ഥനയാണ്. ഇഫ്താറിന്റെ സമയത്തുള്ള പ്രാർത്ഥന. ഇവിടെ ഈ നോമ്പുകാരാണ് നടക്കുന്ന ഏതെങ്കിലും പരിപാടിയിൽ ഇഫ്താറിന് നേരത്തെ പ്രാർത്ഥിക്കാൻ ഏതെങ്കിലും പ്രവർത്തകന്മാർ പോയി വിട്ടിട്ടുണ്ടോ? എന്റെ ഓർക്കൊന്നും വേണ്ടേ? മാത്രമല്ല അടി ഈ ഇഫ്താറിന്റെ കേൾപ്പാട് ചില സ്ഥലത്തൊക്കെ നോമ്പ് നടക്കുമ്പോ ഒരു 10 മിനിറ്റ് നോമ്പറോടാൻ ക്ലാസ് എന്നാണ് ഇന്നൊക്കെ വിളിക്കുന്നത്. ഞാൻ പോക്ക് നിർത്തി, ഞാൻ പലരും നിർത്തിക്കണം. ഇക്കാര്യം പോക്ക് നിർത്തി. കാരണം അവിടെ ഉണ്ടാവുള്ളൂ നമ്മളെ പോയിട്ടുണ്ടല്ലോ. പലതും നിർത്തിയ കൂട്ടത്തിൽ നിർത്തിയ ഒരു സംഗതിയാണ് ഇഫ്താറിനോട് കൂടെയുള്ള ആ ക്ലാസ്സിന് പോക്ക്. കാരണം ഇത് കഴിഞ്ഞവർക്ക് നല്ല നോക്കാനും തിരിച്ചിട്ട് അങ്ങോട്ട് വരാൻ പറ്റും. ഈശാസ്കരിക്കാനും കൂടി അവിടെ നിന്നാല് ഒരു കെട്ടി ഇട്ടിട്ടുണ്ടാവും. തണ്ണിമത്തും സമൂസയും ഒക്കെ അവിടെ കൂട്ടി കുഴച്ചിട്ടുണ്ടാവും. ഇപ്പൊ എന്താ കാട്ട? ഇതൊക്കെ കൊണ്ടുപോയിട്ട് പോയിച്ചില്ല. വേണ്ടവരൊക്കെ അത് ഒരാർക്കും വേണ്ട. വേസ്റ്റ് ആലോചിക്കുന്നത് 5000 ഉറുപ്പ്യക്ക് സാധനം വാങ്ങിയിട്ടുണ്ടെങ്കിൽ 3000 ഉറുപ്പ്യ വേസ്റ്റാണ്. പറ്റൂല. അതൊക്കെ മാറ്റുക. അതൊക്കെ പ്രവർത്തകന്മാരെ എസും കേന്ദ്രവും എംഎസും ഒക്കെ ദീന് വിട്ടിട്ട് എല്ലാവർക്കും ദീന് മതത്തിന്റെ കാര്യങ്ങൾ പഠിക്കണം. നേരെ ചൊവ്വ പഠിച്ച ഇവിടെ തന്നെ പറഞ്ഞിട്ടോ, നേരെ ചൊവ്വ പഠിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ ഏറ്റവും നല്ല ഇഫ്താർ പറഞ്ഞത് മസ്ജിദുൽ ഹറാമിലാണ്. അവിടുത്തെ ഇഫ്താർ നമുക്ക് എന്തോ ഒരു ദീനിയ ഇഫ്താർ അതുപോലെ നടത്തിയ പോലെ നമുക്ക് അതിൽ നമ്മൾ
ഉൾക്കൊള്ളണം. നമ്മുടെ ഭക്ഷണ കാര്യങ്ങളൊക്കെ യോഗ്യമാണ്. അതുകൊണ്ടാണ് നോമ്പ് ഒരു സ്വകാര്യ വിവാദത്ത് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഹജ്ജിന് കൊണ്ടുപോയി വാപ്പ ആരെ മകനെ കൊണ്ടുപോയി. ആളുകൾ എങ്ങനെ തിരക്കി വരുന്നുണ്ടപ്പോ മകൻ വാപ്പാട് പറയാ, പിന്നെ വാപ്പ കണ്ടമാന ഹാജിയന്മാരുണ്ട്. വാപ്പ തിരുത്തി കൊടുത്തു. വാപ്പ പറഞ്ഞു, മോനെ കണ്ടമാന ഹാജിയന്മാരുണ്ട് എന്ന് പറയണ്ട, ആൾക്കാർ കുറെ ഉണ്ട്, ഹാജിയന്മാർ കുറച്ചുള്ളൂ. ഇതല്ലേ റമദാന്റെ അവസ്ഥ. നോമ്പ് നോക്കുമ്പോൾ പട്ടിണി എടുക്കുന്നവർ കുറെ ഉണ്ട്, നോമ്പ് കൊടുക്കുന്നവർ കുറച്ചുള്ളൂ. ഇന്നത്തെ റമദാന്റെ അവസ്ഥ തന്നെയാണ്. പട്ടിണി കിടക്കുന്ന ആളുകൾ കുറെ ഉണ്ട്, പക്ഷെ നോമ്പ് കാര്യം വളരെ കുറച്ചുള്ളൂ. അതുകൊണ്ട് അല്ലാഹു റസൂൽ പറയാ, നോമ്പ് എനിക്കാൻ. അതുകൊണ്ട് നോമ്പ് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് സെൽഫി എടുക്കാൻ പറ്റില്ല. നോമ്പ് സെൽഫി എടുക്കാൻ എന്തെങ്കിലും സമൂസ വെച്ച് നിൽക്കാനേ പറ്റുള്ളൂ. എന്താ അതേക്ക് ബന്ധം അല്ലാഹു പറയാം. നോമ്പ് സമൂസയ്ക്കുള്ള ബന്ധം ആരാണ് പറഞ്ഞിട്ടു? 3 മൂലണ്ടല്ലോ, ഒന്ന് ഒന്നാമത്തെ പത്ത്, രണ്ടാമത്തെ അങ്ങനെ വല്ല കണക്കുണ്ടെങ്കിൽ എന്താ ബന്ധം ഇതില്ലാത്ത ഒമ്പതായിട്ട് ഞാൻ ആലോചിച്ചു. വെറുതെ മനസ്സിലാക്കുമ്പോ കാണുന്ന മടക്കിണ്ടാക്കി കേട്ടി അത്രയും സമയം പോട്ടേച്ചിട്ടേക്ക എന്തെങ്കിലും നോമ്പാക്കാൻ ഇഫ്താർ അതിന് എത്ര വേണ്ടത് മനുഷ്യന്. എന്നിട്ട് പറഞ്ഞമാതിരി ആവശ്യമില്ലാത്തതൊക്കെ എന്താ റെയിൽവേ ഗേറ്റ് തുറന്നമായി അങ്ങനെ തുടങ്ങി വിടുകയല്ലേ. ആദ്യം സൈക്കിളും, പിന്നെ മോട്ടറും, പിന്നെ ഓട്ടോറിക്ഷ, പിന്നെ ജീപ്പും കാറും, പിന്നെ അവസാനം പാണ്ടിയിലൂടെ ഇതൊക്കെ പാട്ടിൽ പോകും. അതേപോലെ അങ്ങനെ തമാശ കാര്യം ഉണ്ടായില്ലേ. എത്ര ഇത് മനുഷ്യൻ നേരെ കൊടുക്കുമ്പോ തിന്ന് പകരം. അപ്പൊ ഞാനത് കുറെ പറയില്ല. നമ്മളൊന്ന് നിയന്ത്രിക്കാം, മനസ്സിനെ നിയന്ത്രിക്കാൻ, തത്വമുണ്ടാവാൻ. അത് മാത്രമേ നോമ്പിന്റെ ലക്ഷ്യമുള്ളൂ. ലഅല്ലക്കും തത്തക്കും, വേറെ ഒരു ലക്ഷ്യവും കൂടാൻ പറഞ്ഞിട്ടില്ല. പട്ടിണിക്കാരെ പട്ടിണി അറിയാൻ, നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാവാൻ, നിങ്ങളുടെ ഷുഗർ കുറയാൻ, ഇതൊന്നുമല്ല. ഞാൻ പറഞ്ഞില്ല ലഅല്ലക്കും തത്തക്കും തത്വയാണ്. തത്വ എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറിയ പാപങ്ങളാണെങ്കിലും ശരി, വലിയ പാപങ്ങളാണെങ്കിലും ശരി ഒഴിവാക്കാം. പ്രത്യേകിച്ച് ചെറിയ പാപങ്ങളെ കണ്ടുപിടിച്ച് ഒഴിവാക്കാം. ഞാൻ ഈ പറഞ്ഞു കൊടുത്തിട്ടുള്ള ചെറിയ പാപങ്ങളെ കുറിച്ച് കണ്ടുപിടിച്ച് ഒഴിവാക്കാം. അതാണ് തഖ്വ മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഒരു മുള്ളുള്ള സ്ഥലത്തിലൂടെ നടക്കുന്നത് പോലെ നീ നടക്കുക. ഒരു ചെറിയ പാപത്തിനെയും, ഒരു ചെറിയ കാര്യം, നോമ്പാണ് ചെറിയ പ്രശ്നം, ഒരു ചെറിയ ഇസ്രാഫാണ്, അത് ശ്രദ്ധിക്കാൻ നമുക്ക് കഴിയണം. കഴിഞ്ഞിട്ടില്ലെങ്കിൽ ചെറിയ ഈ ചെരൽക്കല്ലുകൾ കൂടിയിട്ടാണ് വലിയ പർവ്വതങ്ങൾ രൂപം കൊള്ളുന്നത്. വലിയ പർവ്വതങ്ങൾ, മല, മല, ചെറിയ ചെരൽക്കല്ലുകളാണ്. അപ്പൊ ചെറിയ ചെരൽക്കല്ലുകൾ പോലും ഒരുമിച്ച് കൂടിയാൽ വലിയ പർവ്വതങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് നോമ്പ് പരിപൂർണമായിട്ട് കുറ്റമറ്റതാക്കുക. അത് അത്താഴം കഴിക്കുന്നതും നോമ്പ് തുറക്കുന്നതും നോമ്പിലെ വിഭാഗത്തിലോടും എല്ലാം കുറ്റമറ്റതാക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ ആരോഗ്യം പ്രധാനമായി ശ്രദ്ധിക്കുക. കൂടുതൽ തിന്നാനുള്ള മാസമല്ല, തിന്നണ്ട എന്ന് പറഞ്ഞ മാസമാണ് റമദാൻ മാസം. തീറ്റ കുറക്കാൻ പറഞ്ഞതാണ്. മാനുഷികമായിട്ടുള്ള മൃഗീയമായിട്ടുള്ള വിചാരവികാരങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടി നമ്മൾ ഏൽപ്പിച്ചതാണ്. അതൊന്നും. മറ്റൊന്ന് ടൈം നമ്മൾ നല്ല ശ്രദ്ധിക്കും. എന്നെപ്പോലത്തെ വൈദ്യന്മാർക്ക് പ്രശ്നം തരാം. ഞങ്ങളോട് പ്രസംഗിക്കാൻ വരാനുള്ള ടൈം പറയും. ഞങ്ങള് പറയും. ഞാൻ എന്നോട് ചോദിച്ചാൽ എങ്ങനെ ഈ ചൂടത്തൊക്കെ 2 മണിക്ക് പരിപാടി തുടങ്ങാന്ന് ചോദിച്ചാൽ ഓരോ പറയാം, അതെല്ലാം പോലെ 2 മണിക്കെല്ലാം തുടങ്ങും. ഇത് കേട്ട് ബേജാറായിട്ട് നമ്മളെങ്ങനെയെങ്കിലും പിന്നെ വണ്ടിയൊക്കെ സ്പീഡിൽ ഓടിച്ചിട്ടും പാലും പിടിച്ചിട്ട് 2 മണിക്കോടെ എത്തും. ഒരു മഹലൂക്ക് അവിടെ ഉണ്ടാവില്ല. ഇതൊക്കെ മാറ്റണം. പിന്നെ 2 മണി കഴിഞ്ഞ് 2:45 കാണാൻ അവിടെ ഇരിക്കാൻ സ്ഥലമൊന്നുമല്ല. ആകെ പൊടിയും തട്ടിപ്പൊടി ഇരിക്കാൻ പറയാനൊന്നും ആരും ഉണ്ടാവില്ല. എവിടെയെങ്കിലും കഴിഞ്ഞു കൂടും. പള്ളിക്ക് പോയിട്ട് അമ്മാനിന്റെ ദർശനം ഒന്ന് വായിച്ചോക്കാരണം അതിൽ കംപ്ലീറ്റ് പൊടിയേക്കാൻ. അത് ഇരിക്കാൻ തന്നെ പറ്റൂല. കുറ്റം പറയില്ല, നമ്മുടെ അനുഭവം പറയണം. ഉണ്ടായിട്ടുണ്ടാവുക അനുഭവം. 2:45 വൃത്തം കാണുന്ന മൈക്കന്റെ വയറ് കുറിച്ചത് ഇങ്ങനെ നിങ്ങൾ നേരത്തെ ഒന്നുമില്ല ഇരിക്കാൻ നേരത്തെ. അതൊക്കെ കഴിഞ്ഞിട്ട് അവസാനം 3 മണി 3:30 ആകുമ്പോഴാണ് എല്ലാ ശാഖയും ഓരോരുത്തർക്ക് എത്തിയിട്ടുണ്ട്. സ്വാഗതം പറയല്. നമ്മുടെ പരിപാടി തുടങ്ങി ബഹുമാനപ്പെട്ട നമ്മുടെ പണ്ഡിതൻ വളരെ നേരത്തെ തന്നെ ഇവിടെ
വലിയ അപരാധമായി നിൽക്കാൻ ഇപ്പം വരാൻ പറഞ്ഞിട്ടാണ് സമയത്ത് എന്നിട്ട് ഓരോ സ്വാഗതം ആരെ തെറ്റാ? ഈ ബഹുമാനപ്പെട്ട പണ്ഡിതന്റെ തെറ്റാ. പണ്ഡിതന്മാർക്ക് പണിയില്ലാതെ ഇത് നടക്കുക എവിടെയോ വാങ്ങാൻ പറ്റിയ നന്നായിരുന്നു അല്ല. നമുക്കൊക്കെ വേറെ പണിയുണ്ട്. എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം 24 മണിക്കൂർ എൻഗേജാണ്. ഒരു ടൈമിൽ ഇതിപ്പോ 10 മിനിറ്റ് പോയാൽ 10 മിനിറ്റ് പോയാൽ തന്നെ എല്ലാവരും തന്നെ നമുക്കൊക്കെ തിരക്കുള്ളവരാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ടൈം കീപ്പിങ്ങിന് ഏറ്റവും നല്ലത് റമദാൻ മാസം. കാരണം അത്താഴത്തിന് ടൈം ഉണ്ട് അല്ലേ? ഭക്ഷണം നേരത്തെ ടൈം ടു ടൈമാണ്. ടൈം ടു ടൈം ബാങ്ക് കൊടുത്താൽ ഇഫ്താർ ഉടനെ മഗ്‌രിബ് ആയാൽ വൈകിക്കാൻ പാടില്ല. തെറ്റാതെ പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനാലോചിക്കുന്നത് ഇഫ്താറിന്റെ ടൈമായിട്ട് ബാങ്ക് കൊടുത്തിട്ട് ഇഫ്താർ നടത്തിയിട്ടില്ലെങ്കിൽ നോമ്പ് മുറിച്ചിട്ടില്ലെങ്കിൽ തെറ്റാണെന്നാണ് എനിക്ക് പഠിപ്പിച്ചത്. ടൈമാണ്. നിസ്കാരം മാത്രമല്ല ടൈം, നോമ്പ് ടൈമാണ്, അത്താഴം ടൈമാണ്. അതുകൊണ്ട് ടൈം കീപ്പിംഗ് പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ മൊബൈൽ എന്തറിയോ, ഇപ്പോ ലോകത്ത് നടക്കുന്ന ഏറ്റവും വലിയ സംഭവമാണ് ഡിജിറ്റൽ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത് ഫാസ്റ്റിംഗ് ആണ്, ഫുഡ് ഫാസ്റ്റിംഗ് ആണ്, ഭക്ഷണം കഴിക്കാതിരിക്കാൻ. ലോകം കണ്ടുപിടിച്ച് വികസിപ്പിച്ചെടുത്ത മനഃശാസ്ത്രപരമായിട്ടുള്ള ഏറ്റവും നല്ലതാണ് ഡിജിറ്റൽ ഫാസ്റ്റിംഗ്. കേട്ടോ? ഒരു ദിവസം ഡിജിറ്റൽ ഒഴിവാക്കുക. അത് മൊബൈൽ എടുക്കാതിരിക്കുക, കമ്പ്യൂട്ടർ തൊടാതിരിക്കുക. ആഴ്ചയിൽ ഒരു ദിവസം തിങ്കളും തിങ്കളും വ്യാഴവും നോക്കുന്നില്ലേ, അതേപോലെ ഒരു ദിവസം ആഴ്ചയിൽ മൊബൈൽ ഒഴിവാക്കുക. കാരണം കുട്ടികളെ ഏറ്റവും കൂടുതൽ മാനസികമായി കേടുവരുത്തുന്ന സാധനം അവരുടെ സ്ക്രീൻ ടൈമാണ്. സ്ക്രീൻ ടൈം, അതുകൊണ്ട് സ്ക്രീൻ ടൈം കുറക്കുക. ഒരര ദിവസത്തിൽ ഞാൻ ഈ സമയം എനിക്ക് ഒരു ഫോൺ വന്നു, മനസ്സിലായി? ഫോൺ വിളിച്ചപ്പോ മൂലയിൽ ചോദിക്കുന്നില്ല, ഞാൻ ബാത്റൂമിലാണ്, മറ്റോ ബാത്റൂമിൽ നിന്നിട്ട് പത്ത് വയ്ക്കണം. പത്ത് വയ്ക്കണം. ഞാൻ നേരെ സാക്ഷിയാണ്. ഈ സമയം ബാത്റൂമിൽ നിന്നിട്ട് നമ്മുടെ ആൾക്കാർ എന്നൊക്കെ തന്നെയാണ്. ഒരൈറ്റും ടൈമില്ല. പണ്ടാരെ പോയി കുയിക്കളൊന്നും കിട്ടില്ല. ഹോട്ടലിൽ പോയാലും പണ്ടേ ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഹോട്ടലിൽ പോയാൽ അവർ കുയിക്കളും പാറ്റൊക്കെ ഉണ്ടാവും. ഇപ്പൊ കിട്ടില്ല. കാരണം ഉപയോഗിക്കാൻ തിന്നണേ, ഈ തിന്നലേക്ക് നോക്കി തിന്നെങ്കിലല്ലേ എന്തെങ്കിലും കിട്ടുള്ളൂ. കല്യാണത്തിന് ചില വിദ്വാന്മാരോ കടിച്ചിട്ട് ഇവന്റെ വീട്ടിലുണ്ടോ ഓരോടുത്ത് തിന്നും. കാരണം ഓരോടും നോക്കാൻ കഴിവില്ല. ഫോണിലും കൊടുങ്ങിയിട്ട് ഒഴിവാക്കുക. അത് നല്ല കാര്യം കുഴപ്പമില്ല. ഫോണാറൊക്കെയാണ് ഉപയോഗിക്കാത്തത്. അപ്പൊ ഡൗട്ടാണ്, ഭയങ്കര ഡൗട്ടാണ് ആ കാര്യം. ഞങ്ങൾ പോണ ഇസ്ലാം അങ്ങനെ ഇവിടുത്തെ എന്നോട് ചോദിച്ചു. അപ്പൊ ഈ മൊലവി മൊബൈലില് ഖുർആനൊക്കെ ഉണ്ടെങ്കിൽ ബാത്റൂം പോകാൻ എന്താ ചോദിച്ചു. അപ്പൊ ആഫിലാണ് എന്താ ആലോചിച്ചത് മൊബൈൽ ഓരോ വിശ്വാസങ്ങൾ, അങ്ങനെ ചില ചോദ്യങ്ങളൊക്കെ അവർക്ക് ചോദിക്കുന്നുണ്ട്. നോമ്പറക്കാവുന്നില്ല, ബസ്സിലാണ്, അവന് വീടില്ല, നമ്മൾ നോമ്പറക്കാൻ പറ്റുമോ, എന്തൊക്കെ ചോദ്യങ്ങളല്ലേ. റമദാനായ ഞങ്ങൾക്ക് ഭയങ്കര രസമാണ്. മുസ്ലിംമാർക്ക് മനുഷ്യന്മാരൊക്കെ ഒരു പ്രത്യേക പണ്ടൊക്കെ ഒന്ന് മാറിയിട്ട് കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ അടിസ്ഥാനപരമായിട്ടേക്ക് വേണം. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ടൈം. അതിന് ഏറ്റവും നല്ലൊരു മാർഗം ഖുർആനിലേക്ക് നമ്മൾ ഖുർആൻ പഠിക്കുക. ഖുർആൻ അതും ഒരു മാറ്റം. റമദാനില് യൗമുൽ ജുമുഅ എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ? യൗമുൽ ജുമുഅ വേറെ ഒരു ദിവസത്തിന്റെ പേര് ഖുർആനിൽ പറഞ്ഞിട്ടില്ല. പിന്നെ സബ്ത് പറഞ്ഞിട്ടുണ്ട്. ആചാരങ്ങളുടെ പേരാണ്. മാസങ്ങളുടെ പേര് 4 മാസം പവിത്രമാണ്. പക്ഷെ പവിത്രമായ മാസങ്ങളുടെ പേരൊന്നും ഖുർആൻ പറഞ്ഞിട്ടില്ല. ഖുർആനിൽ പറഞ്ഞ ഒരേ ഒരു മാസം ശഹ്റുർ റമദാൻ. അത് എന്തിനു പറഞ്ഞു? ഖുർആനില്ലെങ്കിൽ റമദാനില്ല. അങ്ങനെ ഇബ്നു അബ്ബാസിനെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. തഫ്സീർ മുഫസ്സിർ പറഞ്ഞിട്ടുണ്ട്. രണ്ട് കാര്യം പറഞ്ഞാൽ ഒന്നുണ്ടെങ്കിൽ ഒന്നുണ്ടാവില്ല. റമദാൻ ഇല്ലെങ്കിൽ ഖുർആനില്ല, ഖുർആൻ ഇല്ലെങ്കിൽ റമദാനില്ല. ഖുർആൻ ഇല്ലാത്ത റമദാനില്ല, റമദാൻ ഇല്ലാത്ത ഖുർആനില്ല. ഇതുപോലെ സക്കാത്തിന്റെ വിഷയത്തിൽ 26 സ്ഥലത്ത് നിസ്കാരത്തിന്റെ കൂടെ പറയാം. സക്കാത്ത് കൊടുക്കാത്തവന്റെ നിസ്കാരമില്ല, നിസ്കരിക്കാത്തവന്റെ സക്കാത്തുമില്ല. ഒരേപോലെ അള്ളാഹിനെ അനുസരിക്കണം, റസൂലിനെ അനുസരിക്കണം. അള്ളാഹിനെ അനുസരിക്കാതെ റസൂലിനെ അനുസരിച്ചിട്ടും കാര്യമില്ല, റസൂലിനെ അനുസരിക്കാതെ അള്ളാഹിനെ അനുസരിച്ചിട്ടും കാര്യമില്ല. അള്ളാഹു റസൂൽ ഉത്തരം
അപ്പൊ അതുകൊണ്ട് ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹി ഖുർആൻ, ഖുർആൻ പഠിക്കുക. ഒന്ന് ഇമാം വെക്കാണെങ്കിൽ റമദാനിൽ പഠിക്കാൻ നമ്മളെല്ലാവരും കഴിയണം. ഇമാം നിൽക്കാൻ കഴിയണം, ഓതാൻ കഴിയണം. ഞാൻ ഖുർആൻ ക്ലാസ് നടത്തുമ്പോൾ ഖുർആൻ ക്ലാസ്സിൽ ഓരോരുത്തരും വരും. അവരൊക്കെ വിചാരം ഒരു റിട്ടയർഡായതാണ്, എഞ്ചിനീയർമാരൊക്കെ അവരൊക്കെ റിട്ടയർഡ് ആയതൊക്കെയാണ്. ഞാൻ വന്ന ആരും കഴിക്കില്ല. പിന്നെ അവരെ കൊണ്ട് ഖുർആൻ ഓദിക്കും. അവർക്ക് അത് ഓതാൻ അറിയില്ല. എങ്ങനെ പഠിപ്പിച്ചിട്ടേ വിട്ടുള്ളൂ. നല്ല ഓത്തുകാരായിട്ട് ഒരു മാറും. നമ്മൾ അംഗീകരിച്ചാൽ ആലോചിക്കുക. ഈ പിന്നെ നരകം സ്വർഗം ഖുർആനിൽ പരിചയപ്പെടുത്തി. നരകം കീഴ്പ്പെട്ടാന്ന് ഖുർആൻ പറഞ്ഞു അല്ലേ? പിന്നെ മുനാഫിഖ് ദർക്കിൽ അസ്ഫലി മിനന്നാർ, ഏറ്റവും അടിയിലാണ്. ദർക്കാണ്. അദ്റാഖ് പറഞ്ഞാൽ അണ്ടർഗ്രൗണ്ട്സ് ആണ്. അണ്ടർഗ്രൗണ്ട് അദ്റാഖ്. സ്വർഗത്തെ പറ്റി പരിചയപ്പെടുത്തിയപ്പോ ഏറ്റവും മേലെ നിൽക്കുന്നതാണ് ജന്നാത്തുൽ ഫിർദൗസ്. ലഹും ദറജാത്തുൻ ഇൻദ റബ്ബിഹിം അൻവാർ. സ്വർഗ്ഗം മേൽപ്പെട്ടാണ്, നരകം താഴെയാണ്. ഫിർദൗസ് ഏറ്റവും മുകളിലാണ്. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അള്ളാഹിനോട് ഫിർദൗസിൽ ചോദിക്കാൻ പാടുള്ളൂ, സ്വർഗ്ഗം ചോദിക്കാൻ പാടില്ല. സ്വർഗ്ഗമല്ല ചോദിക്കേണ്ടത്, സ്വർഗ്ഗത്തിലെ ഉന്നതമായ സ്ഥാനം ചോദിക്കണം എന്നതാണ് പരലോകത്ത് സ്വർഗത്തിക്ക് പറഞ്ഞേക്കാൾ ഒരു മാനദണ്ഡം പറയുന്നത്. നീ ഓടണം, ഖുർആൻ ഓടണം. ഖുർആൻ ഓതിയിട്ട് സ്വർഗത്തിലേക്ക് കയറി പോകണം. നീ എവിടെ വെച്ചിട്ടാണോ നിന്റെ ഹിഫ്ള് തീരുന്നത് അവിടെയായിരിക്കും നിന്റെ മർത്തബ, നിന്റെ സ്ഥാനം. ആലോചിച്ച് ഈ പുരോഗതിക്ക് എവിടെയോ എത്താം, ഇതിന്റെ പുറത്തിലെത്തോ? അപ്പോൾ പുരോഗതി അലമ്പകയായിട്ട് ലീലാക്കൊക്കെ കഴിയും. ഇതിന്റെ അടുത്ത് പോകേണ്ടത് അവിടെ കഴിയും. സ്വർഗത്തിന് മേപ്പെട്ടെത്തണ്ടേ? മേപ്പെട്ടെത്തണമെങ്കിൽ ഖുർആൻ വേണം. ഖുർആൻ ഹിഫ്ള് നന്നായിട്ട് വേണം, പഠിക്കണം. കുട്ടികളെ പഠിപ്പിക്കണം, നമ്മൾ പഠിക്കണം. എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിക്കണം. അപ്പൊ ഈ റമദാനിൽ നമ്മൾ തീരുമാനിക്കേണ്ടത് ഒരു സന്ദേശം, എന്താ പറയാ, അതിഥിയാണ്. ഈ അതിഥിക്ക് കൊടുക്കാനുള്ള എന്തെങ്കിലും ഒരു ബൊക്കെ, ഒരു സമ്മാനമായിട്ട് അറിയുന്നതിന്റെ അപ്പുറത്തുള്ള ഒരു സൂറത്തെങ്കിലും നമ്മൾ പഠിക്കും. ഒരു താല്പര്യമില്ല. ഫൈനൽ സെക്കൻഡ് ക്ലാസ്സിൽ പോലും കുട്ടികളോട് ഒരു സൂറത്ത് 4 ആയത്ത് പിന്നെ പഠിക്കാൻ പറഞ്ഞ് പഠിച്ചിട്ടാണ് അവിടുത്തെ അധ്യാപകൻ 4-5 ദിവസമായി പറയുന്നത്. ഫൈനലായ കുട്ടികൾക്ക് പോലും അവരൊക്കെ അടുത്ത ഹത്തീമുമാരും ഇമാമുമാരൊക്കെ ആയി വരുന്ന ആളുകളാണ്. 4 ആയത്ത് പഠിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ ആലോചിച്ച് ഇങ്ങനെ പോയാൽ ഒരു 10-20 കൊല്ലം കൊണ്ട് നമ്മളൊക്കെ എവിടെ എത്തുന്നു. നമ്മുടെ തലമുറക്കൊന്നും നമ്മുടെ എഴുതിനോടും, ഞാൻ അൻസാരിപ്പുഴ എന്ന് പറയുന്നു, നമ്മുടെ കുട്ടികൾക്കൊന്നും നമ്മുടെ എഴുതിനോടൊന്നും ഒരു താല്പര്യമില്ല, പഠിക്കാൻ താല്പര്യമില്ല, ഒന്നും പഠിക്കില്ല. അറബിയില്ല, ഇംഗ്ലീഷില്ല. അതുപോലെ ഇംഗ്ലീഷൊക്കെ എന്നാണ് പറയുന്നത്. അറബിയില്ല, ഇംഗ്ലീഷില്ല, ഉറുദുവില്ല, ഒരു സാധനമില്ല. തനിച്ചൊരു ജഹാലത്തിന്റെ സർട്ടിഫിക്കറ്റും വാങ്ങിയിട്ടാണ്. നമ്മുടെ സർട്ടിഫിക്കറ്റ് പേര് അഫ്ളലുൽ ഉലമ അവിടെ കഴിച്ചിട്ടുള്ള വരാം. അഫ്ളലുൽ ഉലമ ഉലമാക്കളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായി ഞാൻ പറയട്ടെ, മുർഖൈസ് ജാഹില, മുർഖൈസ് ഈ അഫ്ളലുൽ ഉലമ കഴിഞ്ഞവനാണ് മുർഖൈസായ ജാഹിലിന്റെ ഒരു പദ്യത്തിന്റെ അർത്ഥം നടക്കുക. അപ്പൊ ആരാ ജാഹില്, ആരാ അഫ്ളലുൽ ഉലമ? അപ്പൊ എന്തുകൊണ്ട് ഇവൻ ജാഹിലായി, ഇവൻ അഫ്ളലുൽ ഉലമ എന്ന് ചോദിച്ചാൽ കൾച്ചർ കിട്ടില്ല. കൾച്ചർ ഇല്ലാത്തത് കൊണ്ടാണ്. കൾച്ചർ ഇല്ല. അപ്പൊ ഒരു കൾച്ചർ നമുക്ക് വേണം. സലഫി പള്ളി പോകുന്നവന് സലഫി പള്ളി പോകുന്നവന്റെ ഒരു കൾച്ചർ വേണം. പണ്ടൊക്കെ അത് ഉണ്ടായിരുന്നു. അവരുടെ പ്രവർത്തനങ്ങൾ കണ്ട് ധാരാളം ആളുകൾ അല്ലേ, ധാരാളം ജവാഹിനെ പറഞ്ഞിട്ടുണ്ട്. ഇന്നൊക്കെ നമ്മള് ഒരാളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുമ്പോൾ ആദ്യം അവരോട് പറഞ്ഞു കൊടുക്കേണ്ടത് ഞങ്ങളത് അല്ലാതെ പറഞ്ഞു കൊടുക്കണമെന്നാണ്. ഞാനാ മുസ്ലിം കേട്ട് വരിക, ആര് വരാനാ? അപ്പൊ അതുകൊണ്ട് പഠിക്കുക, ടൈം കീപ്പ് ചെയ്യുക, ഖുർആൻ പഠിക്കുക. ഖുർആനാണ് അവലംബം. അത് നമുക്ക് കഴിയണം. അപ്പൊ തീരുമാനിക്കുക. ആ സബ്ബിസ്മാരെല്ലാവർക്കും പഠിച്ചു. എത്ര ആളുകൾ ഇന്നിപ്പോ എന്താ ഒരു കഥയില്ല, ഇതൊക്കെ നടക്കാൻ. ഞാനൊരു അനുഭവം പറയാറുണ്ട്. എന്റെ സുഹൃത്ത് പറഞ്ഞു,
എന്താണെന്നുള്ളത് ഇപ്പൊ ഞാൻ പ്രസംഗിച്ചു പോയി. ഞാൻ ഇപ്പൊ എന്തേ പറഞ്ഞു നിങ്ങൾക്ക് ഓർമ്മ? ഞാൻ ഇന്നലെ ഉണ്ടായിരുന്നു. ഇന്നലെ പാലക്കാട് ഇന്നലെ രാത്രി ഈ സമയത്ത് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ സെക്രട്ടറിയോട് സ്വാഗതം പറഞ്ഞിട്ടുണ്ടായത് മോര് ഇവിടെ ആയത്തോ ഈസൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ ഒരു വെളിച്ചം, ഞാൻ അവരോട് പറഞ്ഞു ഈ വെളിച്ചം ഇതിന്റെ വെളിച്ചം. പിന്നെ 12:30 മണിയൊക്കെ ഞാൻ വീട്ടിൽ പരിപാടി കഴിച്ചിട്ട് പിന്നെ അത്ര നല്ല ഇഷ്ടപ്പെട്ടവർ ഭയങ്കര സ്വീകരണമൊക്കെ ഞാൻ പറഞ്ഞു വരുന്നത് സ്വാഗതം പറഞ്ഞ സെക്രട്ടറി പറഞ്ഞത് മോബിലിൽ ഇവിടെ പറയുന്ന ആയത്തും ഹദീസൊക്കെ നിങ്ങളൊന്ന് വിട്ടു പോയിട്ട് അമ്മാനി പോലെ ഇവിടെ തഫ്സീർ എടുത്തിട്ട് ഒന്ന് വായിച്ചു നോക്കണം. ആദ്യമായിട്ട് അങ്ങനെ സ്വാഗതം പറ്റിങ്ങൾ ആലോചിക്കുമ്പോൾ ഞാൻ പോയിട്ട് ഒരാൾ ചോദിക്കാം എന്റെ ഇപ്പോ അറിയത്തുന്ന പറഞ്ഞിട്ട് എന്തൊക്കെ പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും പറ്റുമോ? ഞാൻ നമസ്കാരം സബ്ബിസ്മ പഠിച്ചു പോയിട്ട് ഞാൻ പറഞ്ഞു വല്ലവർക്ക് പഠിച്ചതാ സബ്ബിസ്മ. മുമ്പിൽ കുത്തുമ്പൊക്കെ കഴിഞ്ഞിട്ട് ആകെ സബ്ബിസ്മ ആണെന്ന് പറയാൻ മനസ്സിലായി. മുമ്പിൽ അള്ളാഹു അപ്പുറത്ത് കെട്ടിയിട്ട് സബ്ബിസ്മ വർദ്ധിക്കലായാന്ന് കൂടി ഫാത്തിഹ ഓതിയില്ല. അപ്പോ കുറച്ച് കഴിഞ്ഞ് പോയിന്റിനെ മനസ്സിലായി വളരെ ഫാത്തിഹ ഓതാൻ പോതിയത്. അപ്പൊ പിന്നീട് പറഞ്ഞു കൊടുക്കാതെ അല്ലെങ്കിൽ കത്തറ പാടാൻ ഫാത്തിഹ ഓതാൻ എന്ന് പറഞ്ഞാല് ഒരുപാട് ക്ലാസ് ഉണ്ടാവില്ല. ഒരു സാധനം പോലും ക്ലാസ് കേട്ടത് തങ്ങി നിൽക്കുന്നുണ്ടാകും. ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ സത്യവുമായി പരസ്പരം പറയുന്ന കാര്യം എന്റെ പറഞ്ഞെന്ന് ആർക്കും ഉണ്ട്. കഴിഞ്ഞ ആഴ്ച എന്റെ കുടുംബം ഓനിപ്പറയും കേട്ടോ എന്ത് പറയും എന്തെന്നാണ് ആളുകൾ ഇതിലൊരു ശ്രദ്ധ അതൊരു ചടങ്ങാണ്. ഒരേ വന്നു ഉറങ്ങാനേ ഞാൻ ഒരു സ്ഥലത്ത് കുടുംബം പോകുമ്പോ അല്ലാതെ ഞാൻ മാറിയപ്പോഴും പോയില്ല. ഒരു സ്ഥലത്ത് പോകുമ്പോ ഞാൻ പറഞ്ഞു എന്താ വിഷയം പറയേണ്ടത് ചോദിച്ചതാണ്. എന്നെ ഏൽപ്പിച്ച ആളോട് ഞാൻ കുറച്ച് ദൂരമായിട്ട് ചോദിച്ചത് എന്താ അവിടെ പോയി എന്തെങ്കിലും പറയുന്നത്. അത് ഒരു 10 മിനിറ്റ് ഏസിട്ട് ഉറങ്ങാനുള്ള പരിപാടി ഞങ്ങൾ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല. കാര്യപ്പെട്ടൊരു മഴങ്ങിട്ട് ഇതൊക്കെ ഉണ്ടായതാണ്. ഒന്നും വെറുതെ പറയില്ല. പറയാൻ വിളിച്ചാൽ ഞാൻ ചോദിച്ചു എന്താ ഇവിടെ പറയേണ്ടി വെച്ചാൽ അതേപോലെ ചോദിച്ചതാണ്. അന്തം വിട്ടുപോയി. 10-25 മിനിറ്റ് AC ഇട്ട് ഉറങ്ങാനുള്ള ഒരു പരിപാടിയാണ്. നിങ്ങൾ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല. എങ്ങനെയില്ല എന്താണ് ഇത് ഇതങ്ങനെ ആയിരിക്കണം. ആ നേരമല്ലോ 5-10 മിനിറ്റ് എന്തെങ്കിലും പറഞ്ഞാൽ ഉപകാരപ്പെടും. റിഫ്രഷ്, റീസെറ്റ്, റീസ്റ്റാർട്ട്. വെള്ളിയാഴ്ച അങ്ങനെയല്ലേ നെറ്റി നല്ലൊരു സമൂഹത്തെ കൊണ്ട് ഇപ്പോ നമ്മൾ നന്നാക്കും തോറും ആളുകൾ ഇവിടെ നോക്കി എത്ര വയലാണ് വയലിന് വല്ല മഞ്ഞുണ്ടോ? എത്ര പ്രസംഗമാണ് റമദാനിൽ വന്നതിൽ തന്നെ എടുക്കണം. എന്തെങ്കിലും ഈ ചെലവാക്കുന്നതിന്റെ മാറ്റങ്ങൾ സമൂഹത്തിൽ കാണുന്നത് വളരെ വളരെ കുറവാണ്. പിന്നെ ഒരു കാര്യം നമുക്ക് സമാധാനിക്കാം, ഇത്രയെങ്കിലും ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ നിലനിന്ന് പോകുന്നതെന്ന് സമാധാനിച്ച് നിൽക്കാനാണ്. അതുകൊണ്ട് നമ്മൾ ഒന്നുകൂടി വിചാരമില്ല. ഖുർആനിലേക്ക് നമ്മളൊന്നും വരണം. ഇപ്പൊ നമ്മൾ ഖുർആൻ സമ്മേളനം വെച്ചിട്ടുണ്ട്. നാട്ടിലെ എല്ലായിടത്തും ഖുർആൻ സമ്മേളനം വെച്ചിട്ടുണ്ട്. നമ്മുടെ കമ്മിറ്റി സ്റ്റേറ്റ് കമ്മിറ്റിയുടെ തീരുമാനം എന്തുകൊണ്ട് കുറച്ചു കാലമായിട്ട് നമ്മൾ ഖുർആനുമായി ബന്ധപ്പെട്ടോ തൗഹീദുമായി ബന്ധപ്പെട്ടോ ഒന്നും നമ്മൾ പറയുന്നില്ല. നമ്മളൊക്കെ ഇന്റർനാഷണൽ വിഷയങ്ങൾ ആളുകൾ അല്ലെങ്കിൽ ചട്ടപ്പെട്ട പ്രസംഗങ്ങൾ നടത്താൻ ആൾക്കാർക്ക് ബേസിക്കലി ഒന്നും അറിയാതെ പോയി. അതുകൊണ്ടാണ് ഖുർആൻ സമ്മേളനം എന്നുള്ള പരിപാടി ഇപ്പൊ നാളെ ഇൻഷാ അല്ലാഹ് ഞങ്ങളുടെ നാട്ടിൽ നടക്കുന്നുണ്ട്, ഞങ്ങളുടെ മണ്ഡലത്തിൽ നടക്കുന്നുണ്ട്. ഇതൊക്കെയാണ് പരിപാടികൾ. അപ്പൊ അതുകൊണ്ട് മറ്റൊന്ന് ഞാൻ വിഷയത്തിൽ പോയാൽ സക്കാത്ത് ഈ റമദാനിൽ സജീവാക്കാം. അതിന്റെ മുമ്പ് ബേസിക്കലി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റമദാനിൽ സക്കാത്ത് കൊടുത്തത് കൊണ്ട് പ്രത്യേക പുണ്യം ഇല്ല. അങ്ങനെ തന്നെ മനസ്സിലാക്കിയോ? റമദാനിൽ സക്കാത്ത് കൊടുത്തു വെച്ചിട്ടില്ല പുണ്യം, അത് നമ്മുടെ ബാധ്യതയാണ്. ഇപ്പൊ ഞാൻ ഒരാൾക്ക് 1000 രൂപ കടം കൊടുക്കാണ്, കടം വാങ്ങിയത് അത് റമദാനിൽ കൊടുക്കാൻ കഴിയുന്ന പുണ്യം കിട്ടൂല. ശ്രദ്ധത്തോളം പുണ്യം കിട്ടും. അതുകൊണ്ട് സക്കാത്തിന്റെ വിഷയം കൃത്യമായിട്ട് നമ്മൾ പറയും. കാരണം നമുക്ക് പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടണമെങ്കിൽ സക്കാത്ത് കൊടുത്തേ പറ്റും. ഇല്ലെങ്കിൽ ഒക്കെ വെറുതെ നമ്മൾ റമദാനിലൊക്കെ നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ സജീവമാകും.
അല്ലെ? എല്ലാവരും പ്രാർത്ഥിക്കും. പടച്ചോന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാനുള്ള ഒറ്റ മാനദണ്ഡം നമ്മുടെ ധനം ശുദ്ധീകരിക്കുക എന്നതാണ്. സക്കാത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, ശുദ്ധീകരിക്കുക, ഇൻവെസ്റ്റ്മെന്റ്, വളർത്തിക്കൊണ്ടുപോവുക. അല്ലെ? ഖുർആൻ അല്ലാഹു പറയുന്നു, വമാ അത്തൈതും മിൻ റിബൽ യർബു ഫി അംവാലിൻ നാസി ഫലാ യർബു ഇൻദല്ലാഹ്. നിങ്ങൾ ജനങ്ങളുടെ പൈസ ലാഭം കിട്ടാൻ വേണ്ടിയിട്ട് പലിശയ്ക്ക് വാങ്ങിയാൽ അള്ളാന്റെ അടുത്ത് ലാഭമില്ല. എന്നാൽ വമാ അത്തൈതും മിൻ സകാത്തിൻ തുരീദൂന വജ്ഹല്ലാഹ് ഫൗലായിക ഹുമുൽ മുദഇഫൂൻ. നിങ്ങൾ അല്ലാഹുവിനെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് നിങ്ങൾ സക്കാത്ത് കൊടുക്കുകയാണെങ്കിൽ അവരാണ് ഇൻവെസ്റ്റ്മെന്റ് മുദഇഫൂൻ, ഇരട്ടിക്കട്ടിട്ടുണ്ടാവും. സദഖയില്ല, സക്കാത്ത്. നമ്മളെ ഖുർആനിൽ 26 സ്ഥലത്ത് അതീമുസ്സലാത്ത്, 2-3 സ്ഥലത്ത് ഒരു നിസ്കാരം, അടുത്ത ആയത്തിന്റെ സക്കാത്ത്. ചില സ്ഥലത്ത് സക്കാത്ത് മാത്രം പറഞ്ഞു, ചില സ്ഥലത്ത് സദഖ എന്ന് മാത്രം പറഞ്ഞു. ഒറ്റ കാര്യം കൂടുതൽ ഞാൻ പറയില്ല, നമ്മുടെ പൈസ ഒന്നുമില്ല, ഈ സക്കാത്ത് കൊടുക്കാനോ വലിയ പണി നമ്മൾ ശരിക്കും കണക്കൂട്ടാനിട്ടാണ്. ശരിക്കും നമ്മൾ കണക്കൂട്ടാനിട്ടാണ്. നമുക്ക് സക്കാത്ത് കൊടുക്കണം. അറിയാം, നമുക്ക് ഒരു ചപ്പാത്തി, ചെറിയ ചപ്പാത്തി, ഒരു ചപ്പാത്തി കിട്ടിയ പറയും, ആ ചപ്പാത്തി 10 കഷ്ണമാക്കി. 10 കഷ്ണം, ഒരു ചപ്പാത്തി 10 കഷ്ണമാക്കി. പിന്നെ ഒരു കഷ്ണം ബാക്കിയുണ്ട്. ആ ഒരു കഷ്ണം 4 കഷ്ണമാണ്. ആദ്യത്തെ ഒരു കഷ്ണനെ കൊണ്ടുവരുള്ളൂ. അപ്പൊ എത്ര ചപ്പാത്തി മുഴുവൻ നമുക്ക് തിന്നവായില്ലേ? ചെറിയ പൊട്ട് അങ്ങനെ കണക്കൂട്ടൊക്കെയാണ്. 100 രൂപ കിട്ടിയാൽ 2.5 രൂപ മാത്രം നമ്മുടെ ചെറുപ്പൊക്കെ ബാക്കി നമ്മുടെ കയ്യിൽ 2.5 രൂപയാണ്. 1,00,000 രൂപ ഉണ്ടെങ്കിൽ സക്കാത്ത് വരുന്നത് 2,500 രൂപ. വളരെ സിമ്പിളാണ്, വളരെ കുറച്ചുള്ളൂ. അത് കൊടുത്തതോട് നമുക്ക് കിട്ടാൻ പോകുന്ന ഭാഗ്യം നിങ്ങൾ ആലോചിച്ച് നോക്കി. ഈ കണ്ട കാലയളവിനുള്ളിൽ ഒരു കിഡ്നി നമുക്ക് പോയിട്ടുണ്ടെങ്കിൽ എത്ര രൂപയാവും? നമ്മൾ മാത്രം പിടിച്ചാൽ മതി, നാട്ടുകാർക്കാൻ നമുക്ക് വേണ്ടിയിട്ടേ. ഈ കൊല്ലം വരെ നമ്മുടെ കിഡ്നിക്ക് താറാറില്ല, ഈ കൊല്ലം വരെ നമ്മുടെ ഹാർട്ടിന് താറാറില്ല, ഈ കൊല്ലം വരെ നമ്മുടെ ലിവറിന് താറാറില്ല, ഈ കൊല്ലം വരെ നമ്മുടെ കണ്ണിന് താറാറില്ല, ഈ കൊല്ലം വരെ നമ്മുടെ ഒരു ഞരമ്പിന് പോലും തകരാറ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെക്കാൾ വലിയ മുതലാളിമാരാരാണ്? നമ്മളെക്കാൾ വലിയ മുതലാളിമാരാണ്. അതാണ് പറഞ്ഞത്. ചിലപ്പോൾ ഡയറക്റ്റ് ഫലം കിട്ടിക്കൊള്ളുന്നില്ല. ഇന്ന് നമ്മൾ സക്കാത്ത് കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് നാളെ കുറേ കോടിക്കണക്കിന് ഉറുപ്പിക കിട്ടുന്നില്ല. ഇത്ര മരിക്കുന്നത് വരെ ഒരു കിഡ്നി മാറ്റാതെ സ്വസ്ഥായിട്ട് കൊണ്ട് മരിച്ചുപോയാൽ അതിനേക്കാൾ വലിയ ഭാഗ്യം, നേരത്തെ പറഞ്ഞ പോലെ അതിനേക്കാൾ വലിയ ഭാഗ്യം എന്താ കിട്ടാനുള്ളത്? അതുകൊണ്ട് അറിയാം, ഖുർആനിൽ മുനാഫിഖുകളെ കുറിച്ച് പറഞ്ഞു, മുശ്രിക്കുകളെ കുറിച്ച് പറഞ്ഞു, ഇതൊക്കെ ഇസ്ലാം വിരുദ്ധ ആളുകളാണ്. കാഫിറുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, മുഅ്മിനീങ്ങളെ കുറിച്ച് പറഞ്ഞു. മുഅ്മിനീങ്ങള് സ്വർഗ്ഗത്തിൽ പോകും. എന്നാൽ സക്കാത്ത് കൊടുക്കാത്തവരെ പറ്റിയിട്ട് മുഅ്മിനീങ്ങൾ സക്കാത്ത് കൊടുക്കാത്തവരെ പറ്റിയിട്ട് 3 പറഞ്ഞിട്ടുണ്ട്. മുശ്രിക്കുകളാണോ എന്ന് പറഞ്ഞു, കാഫിറുകളാണോ എന്ന് പറഞ്ഞു, അതുപോലെ മുശ്രിക്ക് പിന്നെ അവർ മുനാഫിഖീങ്ങളാണോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് പോലെയാണ് യാസീനിലാണ് വൈദാഖീലഹും അൻഫിഖൂ മിമ്മാ റസഖകുമുല്ലാഹു ഖാലല്ലദീന കഫറൂ. അല്ലാഹ് തന്നത് അതേയോ, അല്ലാഹ് തന്നത് നിങ്ങൾ ചെലവഴിക്കണമെന്ന് പറഞ്ഞാൽ ഖാലല്ലദീന കഫറൂ ലില്ലദീന ആമനൂ. അപ്പോൾ കാഫിരീങ്ങൾ പറയുന്ന കാഫിരീങ്ങളുടെ സ്വഭാവമാണ് എന്ത്? കൊടുക്കാൻ പറഞ്ഞാൽ കൊടുക്കാതിരിക്കാമെന്ന് കാഫിരീങ്ങളുടെ സ്വഭാവം. ഇല്ലദീന ആമനൂ അൻതഅമല്ല വിശാഅല്ലാഹു അക്രമഹു. അല്ലാഹ് ഉദ്ദേശിച്ച ഭക്ഷണം ഞങ്ങളുടെ കൊടുക്കാൻ കാഫിരീങ്ങൾ പറയും. അപ്പൊ ആരാണ് പറഞ്ഞത്? അള്ളാന്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കാൻ പറയുമ്പോൾ കൊടുക്കാത്തവര് കാഫിരീങ്ങളാണ്. യാസീനില് അപ്പുറത്തേക്കാണ് വൈരുദ്ധ്യം മുശ്രിക്കീങ്ങൾക്ക് നാശം. ആരാ മുശ്രിക്ക്? ഖുർആനിൽ ഒരിക്കലും യാതൊന്നും പോകാനാണ് മുശ്രിക്ക് എന്ന് പറഞ്ഞില്ല. ഖുർആനിൽ ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ മുശ്രിക്കുകളെ പറ്റി. എന്തേ പറഞ്ഞേ? വൈരുദ്ധ്യം മുശ്രിക്കി അല്ലദീന ലാ യൂതൂന സക്കാത്ത. സക്കാത്ത് കൊടുക്കുക എന്നവരെ യാതൊന്നും പോകുന്നു പറഞ്ഞില്ല. യേശു പിന്നെ പറഞ്ഞത് യേശുക്രിസ്തുവിനെ പറ്റിയില്ല.
വേറെ മുദ്രമാണ്. മുശ്രിക്കീൻ എന്ന് കൃത്യമായിട്ട് ഖുർആൻ പരിചയപ്പെടുത്തിയത് ആരാണ്? അല്ലദീന ലാ യുഅ്തൂന സകാത്ത് കൊടുക്കാത്തവരാ. പിന്നെ കുറച്ച് ആളുകൾ പറ്റിയിട്ടുണ്ട്. വമിൻഹും മൻ അഹദല്ലാഹ് ലൈൻ ആതാനാ മിൻ ഫദ്ലിഹി ലനസദ്ദഖന്ന വലനകൂനന്ന മിനസ് സാലിഹീൻ. അല്ലാഹുമായി കരാർ നിർത്തിയിട്ട് പറയും, ഞങ്ങൾക്ക് അല്ലാഹ് കഴിവ് തന്നാൽ, ഞങ്ങൾക്ക് അല്ലാഹ് കഴിവ് തന്നാൽ, അടുത്ത കുറി കിട്ടിയാൽ, എന്റെ മകൻ ഗൾഫിൽ നിന്ന് പൈസ കിട്ടിയാൽ, എന്റെ മകന് നല്ലൊരു ജോലി കിട്ടിയാൽ, എനിക്ക് നല്ലൊരു ജോലി കിട്ടിയാൽ, എന്റെ BF എടുക്കുമ്പോ ഞങ്ങൾ സദഖ ചെയ്തോ, ഒക്കെ സകാത്ത് കിട്ടോ, ഞങ്ങൾ സകാത്ത് കൊടുത്തോളാം, ഞങ്ങൾ നന്ദിക്കോളാം. പക്ഷേ അവർക്ക് ഫദ്ൽ കിട്ടിയാൽ അവർ പിന്തിരിഞ്ഞിരിക്കും. അല്ലാഹു തആല അവർക്ക് ഖുർആൻ പറയാം, ഫഅഖബഹും നിഫാഖൻ ഫീ ഖുലൂബിഹിം. അവരുടെ മനസ്സിൽ നിഫാഖിനെ അല്ലാഹു ഇട്ടു കൊടുത്തു. അവർ മുനാഫിഖീങ്ങളാണ്. കിട്ടുമ്പോൾ തരാതെ പറയുകയും സകാത്ത് കൊടുക്കാനുള്ള കഴിവുണ്ടായിട്ട് കൊടുക്കാതിരിക്കുകയും ചെയ്താൽ അവൻ മുനാഫിഖാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, മുശ്രിക്ക് എന്നും മുനാഫിഖ് എന്നും കാഫിർ എന്നും പറഞ്ഞിട്ട് എഴുതി തള്ളിയ ഒരു വിഭാഗം ആര് എന്ന് വെച്ചാൽ സകാത്ത് കൊടുക്കാത്തവരാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ചിന്തിക്കണം, എന്റെ കയ്യിൽ എനിക്ക് 10 രൂപ കിട്ടുക, അങ്ങനെ ചിന്തിച്ചാൽ 10 രൂപ എനിക്ക് വരുമാനം ഉണ്ടെങ്കിൽ അതിലെ ഒരു ശതമാനം എന്റേതല്ല, അത് ശുദ്ധീകരിക്കണം. എല്ലാവരും ശുദ്ധീകരിക്കണം അല്ലെ? വീട്ടിൽ മീൻ വാങ്ങിയാല് ആദ്യത്തെ പണി ഇങ്ങനെ മദ്യമുള്ള നന്നാക്കണം. വീടിയക്കാർ നന്നാക്കി തന്നാലും കൂടി നമുക്ക് നന്നാക്കണം. ഉരുളങ്ങിയൊക്കെ വാങ്ങി അങ്ങനെ കുറെ ചാറുകളല്ല, ചേമ്പ്, കൂർക്ക ഇതൊക്കെ വാങ്ങിയിട്ട് നന്നാക്കിയിട്ട് അതൊക്കെ പെട്രോള് കുഴിച്ചിട്ട് അങ്ങനെ കൊണ്ടിട്ട് വണ്ടി കൊടുക്കാത്ത അല്ല, അതൊക്കെ ശുദ്ധീകരിച്ചിട്ട് നമ്മൾ കിട്ടുന്നതൊക്കെ നമ്മളെ മക്കൾക്ക് കൊടുത്താൽ, കിട്ടിയതൊക്കെ കൊണ്ടുവന്നിട്ട് മക്കളെ തീറ്റിയാൽ പിന്നെ നമുക്ക് ആശുപത്രിയിൽ നിന്ന് പോയ ഒഴിവുണ്ടാവില്ല. അല്ലേ? ആ പെട്രോൾ കുഴിച്ചിട്ട് പോയാൽ മേടിക്കുന്ന കറുത്തൊരു സാധനക്കാരൻ, എന്റെ സുഹൃത്ത് പെട്രോളിൽ ജോലി ചെയ്യുന്നു, കറുത്തൊരു സാധനക്കാരൻ. ആ സാധനം അങ്ങനെ ബൈക്കിൽ ആ ബൈക്കിന്റെ വർക്ക്ഷോപ്പിൽ നിന്ന് പോരാൻ പറ്റില്ല. ഇതാണ് നമ്മളൊക്കെ ചെയ്യണത്. നമ്മളീ കിട്ടിയതാണ്, നമ്മളല്ല പറയട്ടോ, മനുഷ്യന്മാർ അങ്ങനെ ചെയ്യണേ. ഈ കിട്ടിയതൊക്കെ കുട്ടികൾക്ക് കൊടുക്കുക, പിന്നെ ആശുപത്രിയിൽ പോകാൻ നേരം ഉണ്ടാവും. ആശുപത്രി കയറിക്കൊണ്ടേയിരിക്കില്ലേ? അസുഖം പരസ്യം ചെയ്ത്, രോഗം പരസ്യം ചെയ്ത് മരുന്ന് വെക്കുക. എവിടെ എത്തി നമ്മുടെ നാട്? എന്താണ് കാരണം? എന്തുകൊണ്ട് നമ്മൾ പറഞ്ഞോ പടച്ചോ കേൾക്കുന്നില്ല? എന്താ കാരണം? നമ്മൾ ശുദ്ധീകരിക്കുന്നില്ല. ഇങ്ങനെ പറയും, ചില ആൾക്കാരുണ്ട് റബ്ബിനോട് ഇങ്ങനെ പറയും, പടച്ചോനെ എന്ന് പറയും. എങ്ങനെയാണ് അവർക്ക് ഉത്തരം കിട്ടുക? നിന്റെ ഭക്ഷണം ഹറാമായ ഭക്ഷണം ഉപയോഗിക്കുക, ഹറാമായ വാഹനമാണ് ഉപയോഗിക്കുന്നത്. നീ ഹറാമിലാണ്. നിന്റെ പോഷകം, ശരീരത്തിൽ എന്തെങ്കിലും പോഷകം ഉണ്ടെങ്കിൽ അതെല്ലാം ഹറാമിലാണ്, നിഷിദ്ധമായതാണ്. അതുകൊണ്ട് എങ്ങനെയാണ് ഉത്തരം കിട്ടുക? അപ്പൊ നമ്മുടെ സമ്പത്ത് ശുദ്ധീകരിക്കാതെ ഒരു കാരണവശാലും നമുക്ക് ഉത്തരം കിട്ടില്ല. ഇനി കൂട്ടങ്ങൾ ആലോചിച്ചു, നമുക്കൊരേ സമ്പത്ത് കിട്ടിയിട്ടല്ല കാര്യം. ഒരുപാട് കിട്ടി, കോടിക്കണക്കിന് ഉറുപ്പുണ്ടായി. ആകെ നമുക്ക് ചെലവ് ഞങ്ങളുടെ നാട്ടിൽ 12,000 ഉറുപ്പ നമുക്ക് വേണ്ടി ചെലവുള്ളൂ. കവറിന്റെ 12,000 ഉറുപ്പൊക്കെ ഞങ്ങളുടെ ഇസാങ്കല്ലും കവറും ഒക്കെ കൂടി കഴിച്ചു, കവറിനോടെ ഒക്കെ കഴിച്ചു. 12,000 ഉറുപ്പ ഏത് മുതലാളിക്കും അത്രേ കിട്ടുള്ളൂ. ഓന്റെ സ്വന്തം എന്ന് പറയാൻ മാത്രമേ ഉള്ളൂ. അതിന് നബി പറഞ്ഞത്, നിനക്ക് എന്താ ഉള്ളത്? ഒന്ന് അക്കൽ, പിന്നെ എന്താ പറയാ, അക്കൽത്ത തിന്ന് നശിപ്പിച്ചത് നിന്റെ. ഞാനിപ്പോ കഴിച്ച ഭക്ഷണം തന്നെയാണ്, കഴിക്കാൻ പറ്റത് നിന്റെ അല്ല, പറയാനായിട്ടില്ല. ഇട്ട് ഒഴിവാക്കിയ ഷർട്ട് എന്റേതാണെന്ന് പറയാം, ഇട്ടുകൊണ്ടിരിക്കുന്ന ഷർട്ട് എന്റേത് പറയാൻ പറ്റില്ല. കാരണം നീ ഇയാൾ കൺഫ്യൂസ് വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട്.
നീ അഴിക്കുമോ മയ്യത്ത് കുളിപ്പിക്കുന്നുണ്ട് കരകമാണ് അതിന്റെ ബട്ടൺസ് അയക്കുമോ എന്ന് പോലും നിനക്ക് അറിയില്ല. അതാണ് മനുഷ്യരുടെ ഭാവി എന്നാണ് അദ്ദേഹം ഇങ്ങനെ മനോഹരമായിട്ട് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറയണം. ഈ ഭാവി എന്ന് പറഞ്ഞ സംഗതിയില്ല. നാളെ നെക്സ്റ്റ് ടൈം വേസ്റ്റ് ഒന്നുമില്ല. നെക്സ്റ്റ് ടൈം ഇല്ല. നമുക്ക് ആ പ്രസന്റ് ഉള്ളൂ. ഇപ്പൊ ഉണ്ടാകുന്നത് അതേ നമുക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയാം, പിന്നെ വലിയ സൈക്കോളജി പുസ്തകമാണ്, പിന്നെ വലിയ പുസ്തകം. അതിന്റെ പേര് സ്റ്റോപ്പ് വറിയിങ് ആൻഡ് സ്റ്റാർട്ട് ലൈഫ് എന്നാണ്. ടെൻഷൻ ഒഴിവാക്കുക. അത് വായിച്ചിട്ട് ആത്മഹത്യ ചെയ്യാൻ പോയ കുറേ ആളുകൾ രക്ഷപ്പെട്ടു എന്നാണ് പുസ്തകത്തിൽ പറയുന്നത്. പക്ഷെ ഞാൻ കേട്ടൊരു കാര്യം, അയാൾ ആത്മഹത്യ ചെയ്യുന്നതാണ്. മീഡിയയിലൊക്കെയാണ് വലിയ വലിയ മോട്ടിവേഷൻ നടത്തുന്ന ആൾക്കാർക്കൊക്കെ ജയിലിൽ പോകും. ഇത് പണ്ട് മുതൽ വലിയ വലിയ മോട്ടിവേഷൻ നടത്തുന്ന ആൾക്കാരാണ് ഓരോക്കെ ജയിലിൽ പോകും. അതൊക്കെ അങ്ങനെയാണ്. അപ്പോ ഈ ഡേക്കാരുടെ മാത്രം ഒരൊറ്റ വാക്കാനാണ് കുൻ റജുലവും. അതാണ് ഏറ്റവും വലിയ മനഃശാസ്ത്രം. നീ അറ്റ് പ്രസന്റ് ഇപ്പോഴത്തെ മനുഷ്യനാവുക, ഇപ്പോഴത്തെ മനുഷ്യനാവുക. അതിന്റെ അപ്പുറം ചിന്തിച്ചാൽ നമുക്ക് ഭ്രാന്താവും. കഴിഞ്ഞത് കഴിഞ്ഞു, ചിന്തിച്ചിട്ട് കാര്യമില്ല. വരാനുള്ളത് നമുക്കറിയില്ല. ഇതിന്റെ അടുത്ത ടൈമിൽ എന്താ നടക്കുന്നത് നമുക്ക് പറയാനേ പറ്റില്ല. അതുകൊണ്ട് നീ ഒരു ഇന്നത്തെ മേൻറ്റുടെ ഇപ്പോഴത്തെ മനുഷ്യനായി മാറുക എന്ന് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വരിയാണ്. അപ്പൊ അതുകൊണ്ട് കുപ്പായം നമ്മളെന്ന് പറയാൻ പറ്റില്ല. പിന്നെ നമ്മുടേതാന്ന് പറയാൻ പറ്റുന്ന ഒന്ന് നീ സ്വതക്ക ചെയ്തത് നിന്റെയാണെന്ന് പറയാം. സ്വതക്ക കൊടുത്താല് സകാത്ത് കൊടുത്താല് അതൊക്കെ നമ്മുടേതാണ്. വേറെ ഒന്നും ദുനിയാവെന്ന് നമുക്ക് കിട്ടാനില്ല. അതുകൊണ്ടായിരിക്കാം അറിയോ, ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കാം. എല്ലാ വെള്ളിയാഴ്ചയും ജനങ്ങൾ ഓതുന്ന സൂറത്താണ് സൂറത്തുൽ മുനാഫിഖൂൻ. മുനാഫിഖൂന്റെ അവസാന ഭാഗത്തെ ആയത്ത് വല്ലാതെ നമ്മൾ ചിന്തിക്കുന്നതായിട്ട് ഞാൻ എപ്പോഴും ഓതുമ്പോ ആലോചിക്കാറ്, മനുഷ്യന്റെ അവസാനത്തെ ആഗ്രഹം എന്തായിരിക്കും നമുക്കാർക്കും അറിയില്ല. ഒരാൾ മരിച്ചുപോയി, ഇപ്പൊ എന്ത് വിചാരിച്ചിട്ടാ മരിച്ചുപോയി നമുക്കൊന്നും പറയാൻ കഴിയില്ല. കഴിയും ഒരെന്താലോചിച്ചിട്ട് മരിച്ചത് നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ അള്ളാഹ് പറയുന്നത് എന്താ അറിയോ, ഞാൻ നിങ്ങൾക്ക് തന്നത് നിങ്ങൾ ചെലവാക്കണം. നിങ്ങളിൽ ഒരാൾക്ക് മരണം വരുന്നതിന് മുമ്പ് ചെലവാക്കണം. മരണം വരുമ്പോൾ ഓൻ പറഞ്ഞത് അള്ളാഹ് പറഞ്ഞതാണ്. പറയും ഇതാണ് മനുഷ്യന്റെ അവസാനത്താക്ക് ഒരല്പസമയം തരണമെങ്കിൽ അവിടെ ഓർമ്മയില്ല. ഞാൻ ഉമ്മക്ക് പോയിട്ടില്ലാന്നോ, രണ്ടരക്കാലത്ത് നിസ്കരിക്കട്ടേനോ, ഞാനൊന്ന് ദ്വാരക്കട്ടേനോ, ഞാനൊന്ന് ഓർക്കട്ടേനോ അല്ലല്ലോ. ഏറ്റവും അവസരം ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് മാത്രം. കാരണം മരിക്കോളം മനുഷ്യനെ സമ്പത്തിനെ പറ്റി എനിക്ക് മനസ്സിലാവില്ല. നമ്മളൊക്കെ തന്നെ, ഞാനും നിങ്ങളും എല്ലാവരും തന്നെ മരണം വരുന്നത് വരെ നമ്മളത് വലിയ കാര്യം ഇടക്കിടക്ക് എണ്ണി നോക്കി, ഇടക്കിടക്ക് കണക്കൂട്ടി, ഇടക്കിടക്ക് ഓരോന്ന് പറഞ്ഞ് നമ്മൾ വലിയ ആളായി മറ്റൊന്നും കാണാൻ നമ്മളൊക്കെ മനസ്സിലായ മനുഷ്യന്റെ താല്പര്യം. എനിക്ക് പൈസയുണ്ട് എന്ന് കരുതിയിട്ടാണ് സത്യനായി മാറുന്നത്. മനുഷ്യൻ അഹങ്കാരിയായി മാറുന്നത് എന്തുകൊണ്ടാണ്? അവൻ ഐശ്വര്യവാനാണ്, സമ്പന്നനായി സ്വയം അവനെ കാണുക. നിങ്ങളിൽ മാറിയ സമ്പത്തിനെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു. അതൊക്കെ വെറുതെയായി മനസ്സിലാക്കി. അക്കൗണ്ടിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ടായിട്ട് മനസ്സിനൊരു സുഖം ഉണ്ടാകും. ഇത് ചില മനുഷ്യന്മാർക്ക് ഉപയോഗിക്കില്ല. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, പൂതിയുള്ള സാധനമൊക്കെ വാങ്ങി തിന്നണം. പൂതിയുള്ള സ്ഥലത്തുമൊക്കെ ഒന്ന് യാത്ര പോകണം. ഇത് ഒരു കൂട്ടി വെച്ചിട്ട് ഒരു കാര്യമില്ല. ആദ്യ നബിനെ അള്ള സ്വർഗത്തിൽ കാക്കുമ്പോ ആദ്യ നബിനോട് അള്ള പറഞ്ഞത് അവിടെ പള്ളി കയറ്റി നിസ്കരിച്ചോന്നല്ല,
തിന്നോന്നല്ലേ കുലുമില്ല ഹൈസ് ജീവിച്ചിട്ടുള്ള നല്ല സുഭിക്ഷമായി തിന്നാം. അറബി മാഷ ഒന്നും വിചാരിക്കുന്നുണ്ട്. മാഷന്മാര് പറയാൻ തോന്നില്ല. മാഷന്മാര് നമ്മളെ 33 മീനത്തോളം മാഷന്മാര് മീൻ വാങ്ങാൻ വന്നാലും മൊയ്യന്മാര് മീൻ വാങ്ങാൻ വന്നാലും വ്യത്യാസം. മാഷ് മീൻ വാങ്ങാൻ വന്നാല് ഒരു 70,000 രൂപ ശമ്പളം. ആദ്യം ഇങ്ങനെ വന്നിട്ട് എന്താ പറയുക, ആദ്യം ഒരാൾക്കിന്റെ വലിയ മീനാണ് ഒക്കെ ചോദിച്ചു ഒരു 50 രൂപ മാന്തത് ആൾക്കാരുണ്ടാവും. ആ വില ചോദിക്കുന്നത് മനസ്സിലാക്കി ചങ്ങായി തിന്നാൻ പോയവരുണ്ട്. ഇവന് 70,000 രൂപ ശമ്പളം. മദർസയിലെ ശമ്പളം 6,000 രൂപയാണ്. ഓ വന്നിങ്ങനെ നോക്കിയിട്ട് ആ പിന്നെ ആഘോഷിക്കുന്ന ഈ ചങ്ങായി എന്നും തന്നെ ഒരാണി കൊണ്ടാണ് ഒരു അഭിവൃദ്ധി റിട്ടയർമെന്റ് കുറ്റം പറയില്ല. കൂതിണ്ടോ കൂതിണ്ട് ഒരേ മോഡൽ കഴിഞ്ഞാൽ എന്താ അവനാർക്ക് കൊടുത്ത് വാങ്ങി തിന്നാലേ ഉപകാരപ്പെടില്ല. അങ്ങനത്തെ പൈസ പിശുക്ക് ഖുർആനിൽ പറയുന്നുണ്ട്, വല്ലദീന യക്രീസൂന ദഹബ വൽഫിദ്ദ വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ് ഫബശ്ശിർഹും ബിഅദാബിൻ അലീം യൗമ യുഹ്മ അലൈഹാ ഫീ നാരി ജഹന്നം ഫതുഖ്വാ ബിഹാ ജിബാഹും വ ജുലൂദും ഹാദാ മാ കനസ്തും ലിഅൻഫുസികും ഫദൂഖൂ മാ കുൻതും തകനീസൂൻ. നമ്മൾ പറയാ ഇതൊക്കെ പരലോകത്ത് കൂടിയിട്ട് അവനെ കഴുത്തിലാണ് ഇട്ട് കൊടുക്കുന്ന. അത് വലിച്ചറക്കട്ടെ. മറ്റൊരു സ്ഥലത്ത് നബി വിശദീകരിച്ചത് ഒരു വലിയ സർപ്പം, നല്ല പണമുള്ള ഒരു സർപ്പം വന്ന് അവന്റെ കോറാച്ചിക്ക് അവന്റെ കോറാച്ചിയെ പിടിച്ച് ഇങ്ങനെ കൊത്തിയിട്ട് പറയാനൊക്കെ എന്ന് പറഞ്ഞാൽ അവനവനെ ഉപകാരപ്പെടില്ല, ബാക്കിയുള്ളവർക്ക് ഉപകാരപ്പെടില്ല. മക്കള് അതുകൊണ്ട് തല്ലുണ്ട്. എത്ര ആളുകൾക്കായി ഈ പൈസ നമ്മൾ മരിച്ച മക്കൾ അതുകൊണ്ട് കേട് നശിക്കും. അപ്പൊ നമുക്ക് പോകാം. അതുകൊണ്ട് തന്നെയാണ് ഈ മരിക്കാൻ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, മരിക്കുമ്പോ വരുന്ന ഒറ്റ കാര്യം കുറച്ചൊരു സമയം തന്നാൽ ഇത് മാത്രം വേറെ ഒന്നും ചിന്തല്ല. എന്തൊക്കെ ചിന്തിക്കാണ്ട് മനുഷ്യൻ കുട്ടികളെ കെട്ടിക്കാണ്ട് അല്ലേ, നിസ്കാരമുണ്ട്, ഉമ്മക്ക് പോയിട്ടേ ഇല്ല, ഒന്നും പോകില്ല. ആലോചിക്കുക, ഒരു പവനിപ്പോ 1,25,000 1,25,000 ഉമ്മക്ക് പോകാൻ 85,000 രൂപ എന്നിട്ടും ഈ വളർത്ത് വെക്കാറുണ്ടാകും. ഉമ്മക്കാർക്ക് പോയിട്ടില്ല. ഒരു ഉമ്മക്ക് ഇന്ന് 10 വരാൻ പറ്റും. എനിക്ക് മുതലില്ലാതെ ഉമ്മക്ക് പോയി വരാൻ പറ്റുമോ? 2-3 പവന്റെ വള കയ്യുന്നുണ്ട്. അതിലൊരു പവൻ കൊടുത്ത് ഉമ്മക്ക് പോകാൻ സാധിച്ചിട്ടില്ല. കാരണം ഭംഗി പോയാൽ വെച്ചിട്ട് വളർത്ത നിർത്താം. അതിന് സക്കാത്ത് കൊടുക്കണ്ടേ? നബി ചോദിച്ചു, അതിന്റെ കയ്യുമെന്താണ്? വളയാണ്. നാളെ നരകത്തില് 2 തീയിന്റെ വളട്ട് ആഗ്രഹിക്കുന്നുണ്ടോ ചോദിച്ചപ്പോ ഊരിയിട്ട് അത് കൊടുത്തു എന്നാണ്. ആവണത്തിന്റെ സക്കാത്ത്. ഞാനൊരു കുവൈറ്റ് പോയപ്പോ ഒരു ഓഫീസിൽ പോയി. അപ്പൊ തുലാസിലുണ്ട് ഒരു സ്വർണത്തിന്റെ കഷ്ണങ്ങൾ. ഞാനെടുത്തു, അവിടുത്തെ മുതിർന്ന് കൊടുത്തു. എന്താ സംഭവം അറിയോ? റമദാൻ മാസം ഉണ്ടായാല് പെണ്ണുങ്ങൾ വന്നിട്ട് കാതിൽ ഒരുപാട് ഊരിക്കാനിട്ടാണ്. ഈ പാത്രത്തിലാണ് തുലാസിക്കാനിട്ടാണ്. എല്ലാ ജാരി ഓഫീസിലും തുലാസ് ഉണ്ടാവും. മറ്റേ സ്വർണ്ണം തുലാസ് കാറ്റ് കടക്കാത്ത സാധനല്ലേ. അപ്പൊ അത് കണക്കൂട്ടിയിട്ട് അതിന് എത്ര വെച്ചാൽ മുറിച്ചെടുക്കാൻ പറയും. നിങ്ങൾക്ക് നേരം ഇപ്പോഴും പോയിട്ട് പോയാൽ അത് മുറിച്ചെടുക്കാൻ പറയും. ബാക്കിയുള്ള വെയിറ്റ് പെണ്ണുങ്ങളോട് പോകും. അങ്ങനെ പോയപ്പോൾ കിടക്കുന്നത് കഷ്ടമായി. നമ്മളോ 10 ചോദിച്ചിട്ട് എല്ലാവരോടും ഇനി അവസാനം അതിർക്കൊക്കെ വിളിച്ചോ മൂപ്പരെന്തെങ്കിലും സൗകര്യം. അപ്പൊ ഞാൻ മൂപ്പര അങ്ങനെ പറഞ്ഞു, നീ സ്വയത്തിലേക്ക് വിളിച്ചോ. അത് ആരാണ് നമുക്ക് അനുകൂലം പറഞ്ഞാൽ അത് വരെ വിളിക്കും. ഒരാളെ 2 വിളിച്ചോണ്ടൊന്നും സക്കാത്തിന്റെ സംശയം തീരില്ല. ആരാണ് നമ്മൾ ഉദ്ദേശിച്ച പോലെ മറുപടി പറഞ്ഞാൽ അതുവരെ എന്നിട്ടേ കൊടുക്കുള്ളൂ. അങ്ങനെ പറ്റൂലാന്ന് പറഞ്ഞത്. പണ്ടുണ്ടെങ്കിൽ ആഭരണങ്ങൾ കൊടുക്കണം, ഇല്ലെങ്കിൽ അത് വിറ്റ് പോയിക്കൂടെ. ഉംറക്ക് റമദാനിലെ ഉംറ 85 നടക്കുമല്ലോ. ഇക്കാര്യം നമ്മുടെ ഏജൻസിയിലേക്ക് അത് കിട്ടില്ല. ഞാൻ ആരും പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഞാൻ പോയിട്ടുണ്ട്. ഇതിനെ പറ്റി എല്ലാ തട്ടിയും പറയുക. അതുകൊണ്ട് അതെല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കണ്ട. എങ്കിലും ഒരു വായിച്ചിട്ടെങ്കിലും ഒരു ഉമ്മ ചെയ്ത് ഇത്ര പുണ്യം കിട്ടും. എന്നിട്ടോ
വെറുതെ മരിച്ചിട്ട് അത് ഊരാനും പിടിക്കാനും ഇത് ബാക്കിയുള്ളവർ മെനക്കിട എന്തെങ്കിലും കാര്യമുണ്ടോ? ഞാൻ പറയാം, ഞങ്ങളോട് 12,000 ഉൾപ്പെടുത്തല്ല, ആകെ 12,000 ഉൾപ്പെടുത്ത വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ആഗ്രഹമുള്ളവർക്ക് വാങ്ങിയില്ല. ഒന്നാമത്തെ കാര്യം അത് പറഞ്ഞതന്നെയാണ്, ആഗ്രഹമുള്ളവർക്ക് വാങ്ങിയില്ല. അത് അടിസ്ഥാന ചെലവാണെങ്കിൽ അടിസ്ഥാന ചെലവിൽ കൂടാതെ ദൂത്ത് വേണ്ട, അടിസ്ഥാന ചെലവ് കഴിച്ച് കിട്ടുന്ന വരുമാനം ഒരു വർഷത്തിലെ വരുമാനമാണ് കിട്ടുക. ആ വരുമാനം നമുക്ക് 590 പോയിന്റ് ഞാനും കുറെ കണക്കൂട്ടി കിട്ടിയില്ല, ഏകദേശങ്ങൾ നോക്കി അതിനൊക്കെ കാണുന്നുണ്ട്. 1/2 കിലോ വെള്ളിന്റെ 590.5 കണക്ക്. അത്ര ഗ്രാം വെള്ളിയുടെ സ്വത്ത് ഒരു വർഷത്തെ നമ്മുടെ വരുമാനത്തിൽ അടിസ്ഥാന ചെലവ് കഴിച്ച്, അടിസ്ഥാന ചെലവ് വെറുതെ ടൂർ പോയത്, വെറുതെ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചത് നമ്മൾ അടിസ്ഥാന ചെലവല്ല. ബേസിക്കലി നമുക്ക് വരുന്നത് നമ്മുടെ കുട്ടികളെ പഠിപ്പ്, കുട്ടികളെ മരുന്ന്, നമ്മുടെ മരുന്ന്, വീട്ടിലെ അത്യാവശ്യ സൗകര്യങ്ങൾ, അത്യാവശ്യം വീട്ടിലെ ഭക്ഷണം, ജോലിയായാലും ദൂരത്തടിച്ചൊന്നുമില്ല, ഒക്കെ കൂടെ കൂട്ടി ബാക്കി നമ്മുടെ കയ്യിൽ ഒരു വർഷം 590.5 പിന്നെ ഗ്രാം പിന്നെ എന്താ പറയാ വെള്ളിയുടെ കണക്ക്, വെള്ളിയാണ് കണക്കാക്കുക. അങ്ങനെ ഹരിത് വന്നിട്ട് വെള്ളിയുടെ അത്ര പൈസ 75,000 ആണെങ്കിലും കറിയോ അതിന്റെ റേറ്റ് 120 കിട്ടില്ല. ശരി, ഡോളർ കയ്യിലാണ്. അവർ 75,000 രൂപ നമുക്ക് ബാലൻസ് വന്നാൽ, ഒരു കൊല്ലത്തിൽ ബാലൻസ് വന്നാൽ അതിന്റെ 2% നമ്മൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ ഏൽപ്പിക്കണം. ഇല്ലെങ്കിൽ ഈ പാമ്പൊക്കെ നമുക്ക് പറയാം, എന്ത് മരിക്കാൻ നേരത്തെ വിളിച്ചു പറയും, ഈ പാമ്പിനെ കഴുത്തുള്ളത് ശിക്ഷയൊക്കെ നമുക്ക് ബാധകമാണ്. അതുകൊണ്ട് സകാത്ത് വിഷയം ഈ റമദാൻ പല കാരണം റമദാനിലാണ് നമ്മളൊക്കെ വിഷയത്തിൽ സജീവമാകുക എന്നതുകൊണ്ടാണ്. ഷഹബാന്റെ കൊല്ലം കഴിഞ്ഞിട്ട് ഷഹബാന്റെ കൊടുക്കേണ്ടത്, ഈ ഷവ്വാലിനെ ഷവ്വാല് കൊടുത്താൽ മതി. പക്ഷെ റമദാനാണ് നമ്മുടെ ചാരിറ്റി പ്രവർത്തനമൊക്കെ കൂടുതൽ നടക്കുന്നത്. അതുകൊണ്ട് ആ സകാത്തിന്റെ അവകാശികൾക്ക് അത് കൃത്യമായിട്ട് കൊടുക്കുക. അങ്ങനെ കണക്കൂട്ടുമ്പോൾ നമ്മുടെ വരുമാനത്തിന്റെ ചെറിയൊരു വിഹിതം മാത്രമേ നമുക്ക് കൊടുക്കാനുള്ളൂ. അത് നമ്മുടേതല്ല, അത് പാവങ്ങളുടെ അവകാശമാണ്, നമ്മുടെ ചെടിയാണ്. പാവങ്ങളുടെ അവകാശം ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഖുർആനിൽ സകാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്, സ്വതക്കാത്ത് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത് ഹഖ്, ആരാന്റെ ഹഖ് അറിയില്ലേ? വഫീ അംവാലിഹിം ഹഖ്ഖുൻ മഅലൂമുൻ ലിസ്സാഇലി വൽ മഹ്റൂം. നല്ലൊരു വ്യക്തമായ ഹഖ് ഉണ്ട്. ഹഖ് പാവപ്പെട്ടവരുടെ ഹക്കാണ്. ആലോചിച്ച് നമ്മുടെ ഒരു കുട്ടിയുടെ സാധനം നമ്മൾ നോക്കി തമാശയ്ക്ക് വീട്ടിൽ കുട്ടികളെ കളിപ്പിക്കാതെ കുട്ടി കളിക്കുന്നത് കാറാണ്, വെറുതെ അറിയാൻ കൊടുത്തിട്ട് അറിയാൻ ആ കുട്ടി ഇങ്ങനെ അങ്കലാപ്പിട്ട് കൊടുക്കേ. പാവപ്പെട്ടവരുടെ മുതലേ നമ്മുടെ പോക്കറ്റിലൊക്കെ നമുക്ക് അവകാശമുള്ളത്. അതുകൊണ്ട് സകാത്തിന്റെ വിഷയത്തിൽ ഒന്നുകൂടെ നമ്മൾ ചിന്തിക്കണം, അതിന്റെ കൃത്യമായി പഠിക്കണം. അതിങ്ങനെ മസാല ചോദിച്ചിട്ട് കൊടുക്കണ്ടെന്നൊരു കൊടുക്കാക്കരുത്. എന്താണ് എങ്ങനെയൊക്കെ കൊടുക്കണം, കുറച്ചധികം പെട്ടാലും കുഴപ്പമില്ല, കുറച്ചധികം പെട്ടാലും കുഴപ്പമില്ല. റമദാനിലെ ഗ്രന്ഥങ്ങള് ഭയങ്കരമായിട്ട് കൊടുക്കുന്നു എന്ന് പറഞ്ഞാല് മുർസലാണ്, കാറ്റ് പോലെയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഔദാരി. അപ്പൊ സക്കാത്ത് കൊടുക്കുക വേണ്ടി വന്നാൽ സക്കാത്ത് പിരിക്കാൻ വരെ പറഞ്ഞിട്ടുണ്ട്. അറിയാലോ, പിന്നെ സൂറത്ത് പിന്നെ എന്റെ തഫ്സീർ ഞാൻ നേരത്തെ പറയാം, അമായിയുടെ തഫ്സീർ പറയാനല്ല, ഒന്ന് എടുത്ത് വായിച്ചു കാണാം. മനുൽ മുസ്തലിഖിലേക്ക് സക്കാത്ത് പിരിക്കാൻ പറഞ്ഞപ്പോ വല്ലാത്ത സന്തോഷം അവർക്ക്. അവര് സ്വീകരിക്കാൻ വേണ്ടി നിന്നപ്പോ പറഞ്ഞേച്ചാള് പിന്നെ പേര് നോക്കില്ല, പേടിച്ചു. പറഞ്ഞേച്ചാള് പേടിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളെ കൊല്ലാൻ വരികയാണ്. ഒരു കൊല്ലം വന്നല്ല, ഒരു പരമ്പരാഗതമായിട്ട് ആയുധങ്ങളൊക്കെ എന്തിട്ട് സക്കാത്ത് പിരിക്കാൻ പോയ ആളെ സ്വീകരിക്കാമെന്നാണ്. അപ്പോഴാണ് ഈ പറഞ്ഞിട്ട് നബി അങ്ങനെ യുദ്ധത്തിന് പോകാൻ സാധ്യത ഉണ്ടായിരുന്നു. അപ്പൊ യുദ്ധത്തിന് അവർ സക്കാത്തിലേക്ക് ആളെ പറഞ്ഞ സക്കാത്ത് പിരിക്കാൻ പറഞ്ഞാൽ പിരിവേറെ വന്നപ്പോൾ ഒരു സന്തോഷം. നമ്മൾ പറയുക വാതിലടച്ച് ഞാൻ അവിടെ ഇല്ലാതെ പറയി, എനിക്ക് ഒഴിവില്ലാന്ന് പറയും, എന്തൊക്കെ പറയാം. ഒരു സക്കാത്ത് പിരിക്കേണ്ട ആളെ വന്നാൽ ഇഷ്ടമല്ല. പിരിവേരത്തിന് നമുക്ക് പറയാം, പിരിവേരത്തിന് നമുക്ക് കയറ്റിയിരുത്താൻ ഇഷ്ടമല്ല. അറിയണവരാണെങ്കിൽ പോലും ഒരു മാനസികമായ പ്രയാസത്തോടു കൂടിയാണ് അവരെ താമസിക്കുക. അങ്ങനെയല്ല, ഇസ്ലാമിക ചരിത്രം പ്രകാരം ഇത് വേണം. ഇസ്ലാം എന്ന മുന്നോട്ട് പോകണമെങ്കിൽ ശാരീരികമായ പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ സാമ്പത്തികമായ പ്രവർത്തനങ്ങൾ വേണം. സദഖ നന്നായി കൊടുക്കണം, എന്നാലേ നടക്കുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങളുടെ സമ്പത്തും വേണം, ശരീരം വേണം. ഒരു ക്യാമ്പ് സർട്ടിഫിക്കറ്റ് നമ്മളോട് വേണം. അന്ന് ചോറിന്റെ കാര്യം പാടില്ലായില്ല, ഓനോടെ പോയിരിക്കണം. മനസ്സിലായി? ഓനോടെ പോയിരിക്കണം. സമ്പത്തും വേണം,
ശരീരവുമാണ്. ഈ സമ്പത്തും ശരീരവും അങ്ങനെയല്ലോ. സുമ്മ തലീനു ഖുലൂബുഹും അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസി കിതാബൻ മുതശാബിഹൻ തഖ്ശഇറു മിൻഹു ഖുലൂബുൽ ലദീന യഖ്ശൗന റബ്ബഹും. വിശുദ്ധ ഖുർആൻ കേട്ടാൽ ചില ആളുകൾ അതിന്റെ നിയമങ്ങൾ കേട്ടാൽ അതിന്റെ നിർദ്ദേശങ്ങളൊക്കെ കേട്ടാൽ അവസാനം സുമ്മ തലീനു ഖുലൂബുഹും ഇല്ല, അവർ ഓട്ടോമാറ്റിക്കലി അവരതിലേക്ക് അത് ലയിച്ചു പോകുന്നു. അത് ലയിച്ചു പോകും. നമ്മൾ ഖുർആനിലേക്ക് പഠിക്കുമ്പോൾ അത് സക്കാത്തിലേക്ക്, നിസ്കാരത്തിലേക്ക്, തറാവീഹിലേക്ക്, സദഖയിലേക്ക് അതിലൊക്കെ ലയിച്ചു പോകുന്ന റമദാനായിട്ട് നമ്മൾ മാറണം. ഒരുപാട് പുണ്യങ്ങൾ സമ്പാദിക്കാൻ നമ്മൾ ശ്രദ്ധിക്കാൻ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് ഈ പാരമ്പര്യമായിട്ട് നടന്നു വരുന്നതിൽ നിന്ന് മാറിയിട്ട് നമുക്ക് റമദാനോട് ഒരു പരിഗണന ഉണ്ടാകണം. ഇസ്ലാം ഉണ്ടാവുക. ഇസ്ലാം വിലക്കിയ ഒരു സംഗതിയും റമദാൻ മാസത്തിൽ ഉണ്ടാവുകയാണ്. എന്തിന്റെ പേരിലാണ്? അപ്പൊ സുന്നത്തിന്റെ പേരിലാണ്. തറാവീഹ് ഒരു സുന്നത്തായ കാര്യം. സുബ്ഹി ജമാഅത്താക്കാർ തറാവീഹ് സുന്നത്തായ അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹി ജമാഅത്തില്ലാത്തവരും തറാവീഹ് ജമാഅത്താണ്. അപ്പൊ അതിന് പ്രാധാന്യം കൊടുക്കുക. ഒന്നും കാര്യമില്ല. ഫർള് തന്നെയാണ്, അതിന് പ്രാധാന്യം കൊടുക്കും. അതിനുശേഷം ഔപചാരികമായ അല്ലെങ്കിൽ സുന്നത്തായിട്ടുള്ള അനൗദ്യോഗികമായിട്ടുള്ള കാര്യങ്ങളിൽ വ്യാപകമാകുക. സൂറത്തുൽ ഫാത്തിർ 32-ാമത്തെ ഖുർആന്റെ ആളുകളെ മുഴുവനായിട്ട് ഞാൻ ഈ പരിശുദ്ധമായ ഗ്രന്ഥം കൊടുത്തത് എന്റെ അടിമകൾക്കാണ്. ഈ അടിമകളുടെ കൂട്ടത്തിൽ സ്വന്തം അക്രമം പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. അതിനെ മുഫസ്സിറുകൾ വിവരിച്ചത് ഹറാമും ചെയ്യും ഹലാലും ചെയ്യും. അങ്ങനെ ജീവിക്കുന്ന കുറെ ആളുകൾ ഹറാമും ചെയ്യും ഹലാലും ചെയ്യും. മിതമായി ദീൻ പ്രവർത്തിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അവര് ഹലാൽ മാത്രമേ ചെയ്യുള്ളൂ, സുന്നത്തുകളൊക്കെ പരമാവധി ചെയ്യും. അല്ലാഹുവിന്റെ പ്രകാരം കണ്ടമാനം ഖൈർ ചെയ്യുന്ന ആളുകൾ അവരുടെ കൂട്ടത്തിലുണ്ട്. കണ്ടമാനം ഖൈർ ചെയ്യുക, എന്തൊക്കെ ഖൈറിന്റെ മാർഗമുണ്ടോ അതെല്ലാം ചെയ്യും. അത് വല്ലാത്തൊരു ഔദാര്യമാണ്, വല്ലാത്തൊരു അനുഗ്രഹമാണ്. ഈ കൂട്ടത്തില് ആരും പെടണം എന്ന് നമ്മൾ തീരുമാനിക്കും. ഇതുവരെ നമ്മളൊക്കെ എന്താണ് അത് വായുവിലായിരുന്നു. കുറെ ഹറാമോ കുറെ ഹലാലൊക്കെ ചെയ്തു പോകും. അതൊക്കെ റമദാനിൽ മാറ്റിയ അതൊക്കെ അല്ലാഹു നമുക്ക് പുറത്തു തരുന്നതാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ മുഖത്തസിലാണ് പള്ളിയിലൊക്കെ റമദാനിലെ അടിവാളുകൾ മുഖത്തസിതായി കുറെ ആൾക്കാരുണ്ടാവും. സാധാരണത്തെക്കാളേറെ സുന്നത്തും പ്രവർത്തിക്കേണ്ടി പോകുന്ന ആളുകളുണ്ടാവും. എന്നാൽ സ്വന്തം കാര്യങ്ങൾ മറന്നിട്ടുള്ള അങ്ങനെയൊന്നും വേണ്ട ആവശ്യമില്ല. എന്നിട്ട് പോലും അബൂബക്കർ പോലെ സക്കാത്ത് കൊടുക്കും, സദഖ കൊടുക്കുമ്പൊക്കെ എല്ലാം കൊണ്ടേ കൊടുക്കാം. ഉമർ ഖത്താബ് പരാജയപ്പെടുത്താന്ന് വിചാരിച്ചു. പക്ഷെ ഉമർ ഇനി എന്താണ് നീ കുടിക്കാർക്കുള്ളത് മാത്രമേ ഉള്ളൂ. അബൂബക്കർ ഇനി എന്താ ബാക്കിയുള്ളത്? ഞാൻ അന്ന് റസൂലുള്ളൂ. അതാണ് ഏറ്റവും മുത്തഖിയായ മനുഷ്യനെ നരകത്തിൽ കടത്തുക അതാരാണ്? അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്. അത് നമ്മൾ ചെയ്യുക. സാമൂഹ്യ പ്രവർത്തനത്തിൽ ഇടപെടുക. നന്മയിലേക്ക് മുൻകടക്കുക. സൂറത്തുൽ വാഖിഅ നമ്മൾ റബ്ബിലേക്ക് മുൻകടക്കുക. അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ റമദാൻ റബ്ബിലേക്ക് മുന്നിട്ട് പോകാനുള്ള ഒരു മാർഗമാക്കുക. എന്തെല്ലാം മോശമായ പ്രവർത്തനങ്ങളുണ്ടോ അത് ദീനിന്റെ പേരിലാണെങ്കിലും ഇഫ്താറിന്റെ പേരിലാണെങ്കിലും സഹോദരന്റെ പേരിലാണെങ്കിലും തറാവീഹിന്റെ പേരിലാണെങ്കിലും ഒക്കെ നമ്മൾ ഒഴിവാക്കുക. സങ്കടകരമായ നിലവിൽ ക്ലാസ് ലാസ്റ്റ് വെച്ചിട്ട് ഞാൻ അവസാനിപ്പിച്ചു. ലാസ്റ്റ് വെച്ചിട്ട് സെക്രട്ടറിയുടെ അനൗൺസ്മെന്റ് 18 വയസ്സ് താഴെ ഒരു കുട്ടിക്ക് തറാവീഹിന് പറഞ്ഞേക്കരുത്, തറാവീഹിന് വരുമ്പോൾ മൊബൈൽ കൊടുത്തേക്കരുത്. എന്നോട് കൊണ്ട് ആരോ സൂചിപ്പിച്ചു ഈ ക്ലാസ് കേൾക്കുമ്പോൾ മൊബൈൽ നോക്കരുത്, പാല് നോക്കിയിട്ട് ക്ലാസ് എടുക്കുമ്പോൾ മൊബൈൽ നോക്കരുത് പറ്റില്ല. അങ്ങനെയൊക്കെ ശക്തമായിട്ട് എനിക്ക് തോന്നിയാൽ ഞാൻ അസാധ്യത ഇരുന്നിട്ടുണ്ടായി. കുട്ടികൾ തറാവീഹിന് വരികയാണ്, കുട്ടികളൊക്കെ പാടെ വന്നിട്ട് അവിടെ നിന്നിട്ട് മൊബൈൽ കാണുക, അവിടെ വന്നിട്ട് പിന്നെ വേണ്ടാത്ത കാര്യങ്ങൾ സംസാരിക്കുക. ഇങ്ങനെയൊക്കെ തറാവീഹിന്റെ പേരിൽ കുട്ടികൾക്ക് അച്ചടക്കം കാര്യങ്ങൾ പഠിപ്പിക്കാനല്ലേ. അതുകൊണ്ട് എന്തിന്റെ പേരിലാണെങ്കിലും ശരി
മോശമാണോ അത് എത്ര ചെറുതാണെങ്കിൽ അരുടെ നമ്മൾ ഉപേക്ഷിക്കുക. എന്നൊക്കെ നമ്മളും മാറുക. നമ്മൾ മാറിയ സ്വയം മാറിയ അള്ളാഹ് നമ്മളെ മാറ്റും. അതുകൊണ്ട് സാധിക്കും നന്മയിലേക്ക് വിട്ടുകിടക്കുന്ന ഒരു മാസമായിട്ട് റമദാൻ മാസം പ്രദാനം ചെയ്യട്ടെ. ആ റമദാനിൽ ദീർഘായുസ്സോടുകൂടി ഈ റമദാനിൽ ജീവിക്കാനും അമലുകൾ ചെയ്യാനും തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവരും പ്രദാനം ചെയ്യുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله على نبينا محمد وآله وصحبه أجمعين. والحمد لله رب العالمين. السلام عليكم ورحمة الله.